അകത്ത് പോയി നോക്ക്. നീ എവിടെ നോക്ക്. ആ പോയി നോക്ക്. എന്താ പ്രശ്നം? നിന്റെ മോൻ എന്താ ചെയ്തെന്നറിയോ? എന്റെ മോൻ നല്ല മോനാ സാറേ. മിണ്ടാതിരി. എന്താ കാര്യം? എന്ത് സാറേ ഇത്? എന്താ സാറേ കാണിക്കുന്നത്? സാറേ അയ്യോമേ എന്താ കാണിക്കുന്നത്? നല്ല മോനാണ് എന്റെ മോൻ. നല്ല ഇവരെ ഈ കമ്പനിയുടെ മുതലാളി. പേര് അണ്ണാമലൈ. എല്ലാവരും സ്നേഹത്തോടെ ഇവിടെ ചേട്ടാന്ന് വിളിക്കും. കൂടെ വരുന്ന ആള് വെങ്കടേശൻ. ഈ കമ്പനിയുടെ വേസ്ത്രിയാ. രണ്ടുപേരും ചെറുപ്പത്തിൽ പഠിക്കാനൊരു സൗകര്യമില്ലാതെ ഇതുപോലത്തെ ഒരു ബസ് ബോഡി ബിൽഡിംഗ് കമ്പനിയിൽ ഹെൽപ്പറായിട്ട് ജോലി ചെയ്ത് ചേട്ടൻ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഈ കമ്പനിയുടെ മുതലാളിയാ. പക്ഷേ വെങ്കടേശൻ കുടിച്ച് നശിച്ച് ഇപ്പോഴും മേസ്ത്രിയെ തുടരുന്നു. ഈ 4 പേരും ചെറുപ്പത്തിൽ ചേട്ടൻ്റെ അടുത്ത് ഹെൽപ്പറായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയതാ. ഇന്ന് നല്ല ടെക്നീഷ്യൻസ് ആയിട്ട് വളർന്നു നിൽക്കുന്നു. ഇവർക്കെല്ലാം ചേട്ടനാണ് റോൾ മോഡൽ. ചേട്ടനെ കണ്ട് വളർന്നുകൊണ്ടാണോ എന്തോ ഇതുപോലത്തെ ഒരു കമ്പനി തുടങ്ങണമെന്നാണ് ഇവരുടെ എല്ലാവരുടെയും ആഗ്രഹം. കമ്പനിയുടെ പേര് തന്നെ വ്യത്യസ്തമാണല്ലോ, സ്വപ്ന വ്യവസായശാല. നിങ്ങൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു സർ. ദയവായിട്ട് നിങ്ങളൊരു ഒപ്പിടണം. ആ ശരി സാറേ. അമ്മേ, നിങ്ങൾ ഇതിനകത്തൊരു ഒപ്പിട്ടേക്ക്. ദയവിടെ. ഓക്കെ, വീട്ടിൽ പോയിട്ട് വിളിക്കും. ശരി മോളെ. ഓക്കെ മാഡം, ബൈ. ഞങ്ങൾ തരുന്ന ഈ 5 ലക്ഷം രൂപ ലോൺ നിങ്ങളുടെ കൃഷിഭൂമിയെ വിശ്വസിച്ചല്ല,
നിങ്ങളെ വിശ്വസിച്ച. താങ്ക് യു സാറേ. ഞങ്ങളുടെ അഗ്രി നിങ്ങളുടെ ലാൻഡ് വിസിറ്റ് ചെയ്ത് അതിനുശേഷം റിപ്പോർട്ട് ഞങ്ങൾക്ക് തരും. അത് കഴിഞ്ഞ ഒരു 7 days to 10 daysനുള്ളിൽ നിങ്ങളുടെ ലോൺ സാങ്ഷൻ ആവും. വളരെ നന്ദിയുണ്ട് സാറേ. കോൾ പൊട്ടിയിരുന്നു. വീണ്ടും കോൾ കിട്ടിയെന്ന്. കോൺ ചെയ്യണം നിനക്ക്. ബാങ്കിനെ വേണ്ട പോലെ ഉപയോഗിക്കുക. ഞങ്ങളുടെ എല്ലാ സഹായവും ഉണ്ടാവും. ആശംസകൾ. തീർച്ചയായിട്ടും സാറേ. വളരെ നന്ദിയുണ്ട് സാറേ. ശരി. പോയിട്ട് ആ ശരി, വാ അമ്മേ, ഞാൻ നിങ്ങളെ വീട്ടിൽ വിട്ടേക്കാം. ശരി മോനെ. ആ ഹായ്. എത്ര നേരം വെയിറ്റ് ചെയ്യണ്ടേ? വന്ന ഉടനെ തുടങ്ങല്ലേ. ആദ്യം എന്താ സംഭവിച്ചെന്ന് കേക്ക്. എന്താണെങ്കിലും ശരി, എന്തിനാ ഫോൺ കട്ട് ചെയ്യുന്നേ? വരുന്ന ആയുധ പൂജയ്ക്ക് ഞങ്ങൾ കമ്പനി തുടങ്ങുവാ. അതിനുവേണ്ടി ലോൺ ചോദിക്കാനാണ് ബാങ്കിൽ പോയത്. ഞാൻ പിന്നെ അമ്പാനയുടെ ചേച്ചിയുടെ മോനാണല്ലോ. പോയ ഉടനെ ലോൺ തരാനായിട്ട്. സാധാരണ കൃഷിക്കാരന്റെ മോനല്ലേ. ശരി, ബാങ്കിൽ എന്താ പറഞ്ഞ അത് പറയും. ആ അതൊക്കെ ഓക്കെ പറഞ്ഞ്. അവര് 3 പേരും കാശ് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ കരൂരിനടുത്തുള്ള ഒരു സ്ഥലമാണ് നോക്കി വെച്ചിരിക്കുന്നത്. അവിടെ ഒരു ചെറിയൊരു ഷെഡ് ഇട്ട് ഞങ്ങളുടെ സ്വപ്ന കമ്പനി ഞങ്ങൾ തുടങ്ങാൻ പോവാ. നമ്മുടെ ചേട്ടന് ഇതുപോലെ ഒരു ചെറിയ ഷെഡിൽ നിന്ന കമ്പനി തുടങ്ങിയത്. ഒരുപാട് സന്തോഷമുണ്ട് കറുവായ. ഏയ് സാർ ഇതിനു ശേഷം മുതലാളിയാ. കുറച്ച് മര്യാദക്കെ താ, മനസ്സിലായല്ലോ. നിന്റെ അപ്പനൊരു ബാങ്ക് മാനേജർ അല്ലേ. നിനക്ക് യൂസ് ഇല്ല, എനിക്ക് യൂസ് ഇല്ല. ഏയ് എന്റെ അച്ഛനെ പറ്റിയൊന്നും പറയരുത്, പിന്നെ നീ വിവരം അറിയും. ഏയ് എന്ത് ചെയ്യൂടി നീ? ഞാൻ അങ്ങനെ സംസാരിക്കും. അങ്ങനെ പറഞ്ഞ നിന്റെ വാ അടിച്ച് ശരിയാക്കും. അനിയോ അനിയോ വട്ടപ്പാറക്ക് എങ്ങോട്ടാ പോണ്ടേ? നേരെ പോയ 4 റോഡ് ഒരു ജംഗ്ഷൻ വരും. അവിടെ നിന്ന് റൈറ്റ് എടുത്താൽ താലിയപ്പെട്ടി. അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. അവിടെ നിന്ന് 4ാമത്തെ വീടാ സുബ്രഹ്മണ്യന്റെ വീട്. എന്തിനാ നിന്റെ വീടിന്റെ അഡ്രസ് പറഞ്ഞു കൊടുക്കുന്നത്? എന്നെ കാണാൻ വന്ന എന്റെ വീടിന്റെ അഡ്രസ് അല്ലേ പറയേണ്ടത്? നിന്നെ കാണാനാ? ഈ പെണ്ണിനെ കാണാൻ ചെക്കന്റെ വീട്ടിൽ നിന്ന് വന്നേക്കുന്നതാ. എന്റെ ദൈവമേ. നോക്ക്, ഇപ്പോഴും നിന്റെ അമ്മായിച്ചനെ വിളിച്ചോണ്ടിരിക്കുന്നെ. ഹലോ മോളെ, ദാ വന്നോണ്ടിരിക്കുക അച്ഛാ, ഓൺ ദ വേ. പോയിട്ട് വരട്ടേടാ. പോ മോളെ, കഴുത്ത് ഉളുക്കും കേട്ടോ. നിന്നെ പെണ്ണ് കാണാൻ എത്ര പേരാടി വരുന്നേ? സൂക്ഷിപ്പോ. ഏ മഹാ, ആ ചെറുക്കന്റെ ഫോട്ടോ വേഗം വാട്സാപ്പിലേക്ക്. രാവിലെ തന്നെ അയച്ചിട്ടുണ്ടോ ഭ്രാന്ത? ആണല്ലേ? എന്നിട്ട് ഞാൻ ഓർമ്മയില്ലല്ലോ. കാണാനൊക്കെ കൊള്ളാം, പക്ഷെ എന്നെ പോലെ വരത്തില്ല. എന്താ സാറേ, ഈ പോലീസുകാരെ കൊണ്ട് ദിവസം സഹിക്കാൻ വയ്യ. ചേട്ടാ ആ നമസ്കാരം. 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 നല്ല സ്ട്രോങ് ആയിട്ട്. ആ ചേട്ടൻ എപ്പോഴും പഴയ പാട്ടിട്ടിട്ട് കട നല്ല സൂപ്പറായിട്ട് നടത്തി. കതിരെ എന്തൊക്കെയാ ഓർഡർ ചെയ്തിരിക്കുന്നത്? ചേട്ടാ തകിട്, നട്ട്, ബോൾട്ട് 5 എണ്ണം വീതം എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. ചേട്ടാ 6ക്ക് 3 8 mm, 8ക്ക് 4 2 mm, പ്ലൈവുഡ് മൊത്തം ഒരു 4 ടൺ ഓർഡർ ചെയ്തിട്ടുണ്ട് ചേട്ടാ. പിന്നെ അലോയ് സീറ്റ് 8ക്ക് 3 4 ടണ്ണ്, പിന്നെ 8 ഇതിന്റെ കൂടെ ജപ്പാൻ ഷീറ്റും കുറച്ച് ഓർഡർ ചെയ്തേക്ക് കേട്ടോ. പിന്നെ 22 ലക്ഷം ബാക്കി ഉണ്ടായിരുന്നില്ലേ, അതും ചോദിച്ചിട്ടുണ്ട്. കൊടുത്തേക്കാലോ? അതിന്റെ കൂടെ നമ്മളൊരു പുതിയ ഓർഡർ ഇട്ടിട്ടില്ലേ, അതും സെറ്റിൽ ചെയ്തേക്ക്. പെൻഡിങ് ആയിട്ടൊന്നും വെക്കണ്ട. അല്ലെങ്കിൽ അവർ പെട്ടെന്ന് മെറ്റീരിയൽ അയക്കാൻ ലേറ്റ് ആയാലേ നമ്മുടെ ജോലി അവിടെ നിൽക്കും. നമ്മുടെ സൽപ്പേർ എന്താന്ന് വെച്ചാൽ കറക്റ്റ് സമയത്ത് നമ്മൾ ഡെലിവറി കൊടുക്കുന്നു എന്നതാണ്. ഇന്നത്തെ മാർക്കറ്റ് മത്സരത്തിൽ നമ്മൾ പിടിച്ചേക്കണമെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിരിക്കണം. കഴിഞ്ഞ 25 വർഷമായിട്ട് നമ്മൾ 1ാം സ്ഥാനം പിടിച്ചിരിക്കുന്ന കാരണമേ അത് നമ്മുടെ കഠിനാധ്വാനവും സെൻസിയറിറ്റി മാത്രമാണ്. അത് നമ്മൾ ഒരിക്കലും വിടാനും പാടില്ല. എന്താ ചെല്ലക്കുട്ടി, ചേട്ടാ സ്കൂളിലൊക്കെ പോകുന്നുണ്ടല്ലോ അല്ലേ? പോകുന്നുണ്ട് ചേട്ടാ. നന്നായിട്ട് പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം കേട്ടാ. ഈ ജോലിയെ എപ്പോ വേണമെങ്കിലും നിനക്ക് ചെയ്യാം. പഠിക്കേണ്ട പ്രായത്തിൽ നന്നായിട്ട് പഠിക്കണം. ഇപ്പൊ വിട്ടാ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ഞങ്ങളെ കണ്ടില്ലേ, പഠിക്കാതെ ഞങ്ങൾ കഷ്ടപ്പെടുന്ന കണ്ടോ? എനിക്കൊന്നും പറഞ്ഞു തരാൻ ആളില്ലായിരുന്നു. നന്നായിട്ട് പഠിക്കുന്നുണ്ട് ചേട്ടാ. ഞാനാ ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക്. ചേട്ടാ സ്കൂൾ വിട്ട് കഴിഞ്ഞ ചെക്കന്മാരെല്ലാം കളിക്കാനായിട്ട് പോവാ. പക്ഷെ നമ്മുടെ ചെല്ലക്കുട്ടി അങ്ങനല്ല കേട്ടോ. ചെല്ലക്കുട്ടി മിടുക്കനാണല്ലോ, പക്ഷെ പഠിത്തം വിടാൻ പാടില്ല. അതുകൊണ്ടാ പറയണേ. ചെല്ലക്കുട്ടി എന്താ പറയുന്ന അറിയോ? വലിയ പഠിപ്പൊക്കെ പഠിച്ചിട്ട് വലിയ കമ്പനിക്ക് അടിമയായിട്ടിരിക്കുന്നതിനേക്കാളും ചെറിയ പഠിപ്പൊക്കെ പഠിച്ച് ചെറിയ കമ്പനിക്ക്
കമ്പനിയിൽ ചെറിയൊരു മുതലാളിയിട്ടിരിക്കാനാണ് ആഗ്രഹം. ചെല്ലക്കുട്ടി, വലിയ കമ്പനിയിൽ വലിയ മുതലാളിയായിട്ട് ഇരിക്കാനാണ് ആഗ്രഹിക്കേണ്ടത്. എന്നെ പോലെ ശരിയേട്ടാ. നീ എന്താവണോ അത് നീ ആയിത്തീരും എന്നാണ് പറയാറ്. നമ്മൾ എപ്പോഴും വലിയ രീതിയിൽ ചിന്തിക്കണം. അങ്ങനെ വരുമ്പോഴേ നമ്മൾ ഈ സമൂഹത്തിൽ വലിയൊരാളായി തീരൂ കേട്ടാ. ഇയാളെത്ര പറഞ്ഞാലും നന്നാന്നല്ലേട്ടാ. ആ കതിരെ ചേട്ടാ. മേസ്ത്രിയോട് ഇന്ന് ലീവ് എടുത്തോളാം പറ. നാളെ വന്നാൽ മതി. ശരിയേട്ടാ. മേസ്ത്രി എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നേ? നിങ്ങൾ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും ചേട്ടൻ നിങ്ങളോട് ക്ഷമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അതേ തെറ്റാ വീണ്ടും ചേട്ടാ. നിങ്ങൾ ഇന്ന് ജോലിയൊന്നും ചെയ്യണ്ട, വീട്ടിൽ പോ. നാളെ വന്നാൽ മതി. ആ അതെ, തന്നെ ലീവ് എടുക്കാൻ പറഞ്ഞേ, വീട്ടിൽ പോയിക്കോ. ചെല്ലു മേസ്ത്രി. സൂക്ഷിച്ചു പോ. ചേട്ടന്റെ വലിയ മനസ്സ് കാരണം ഇയാൾ ഇപ്പോഴും ജോലി ചെയ്യുന്നത്. അതേടാ പാണ്ടി, 2 പെൺമക്കളില്ലേ, അതുകൊണ്ടാ. അതിങ്ങനെ മനസ്സിലാക്കുന്നില്ലല്ലോ. ആ ചെല്ല് ഊതിക്കേ. നിങ്ങൾക്ക് പോവാം. നിങ്ങളെ ഗവൺമെന്റ് സ്റ്റാഫാ. അത് കൂടാതെ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ്. മാഡത്തിന്റെ അടുത്ത് പോയാൽ കഥ മാറും. ഏട്ടയ്യ, മാഡം എന്താ അവിടെ പ്രശ്നം? ഇങ്ങോട്ട് വരാൻ പറ. ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് അതുകൊണ്ടൊന്ന് ചോദിച്ചേക്കാന്ന് വെച്ചാൽ. വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നത് വേറൊന്നുമില്ല. ഇൻസ്പെക്ടർ മാഡത്തിന്റെ കൊടുക്കാം, ഒന്ന് സംസാരിച്ചോളൂ മാഡം. MLA ലൈനിലുണ്ട്. MLAയുടെ ഒരു ബന്ധുവാണ് ഞാൻ. എടോ, തന്റെ MLA കുടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ പറഞ്ഞോ? ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാ. എന്നെ തന്നെ കൈവച്ചു അല്ലേ? ഞാൻ വിചാരിച്ചത് നടക്കുന്ന അറിയോ? എന്ത് നടക്കുമെന്നാ? ആ ഏട്ടയാ, പറഞ്ഞോ മാഡം. വണ്ടി ലോക്ക് ചെയ്ത് സൈഡിലോട്ട് മാറ്റി ഫൈൻ അടിച്ചിട്ട് എടുത്തോണ്ട് പോട്ടെ. ശരി മാഡം. ചെയ്യേണ്ട തെറ്റെല്ലാം ചെയ്തിട്ട് MLAനെ കൂട്ടി വിളിക്കുന്നോ? ഇപ്പടാ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് സൈഡാക്കി നിർത്ത്. മാഡത്തിന്റെ അടുത്തേക്ക് ചെല്ലുക. ഹെൽമെറ്റ് എവിടെ? ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിൽ ഫൈൻ എത്രയാണെന്നറിയോ? 1000 രൂപ അടയ്ക്കുന്നോ? വ്യവസായം, ഹെൽമെറ്റ് ഇല്ല. സ്വാമി, മാഡം. ഇങ്ങോട്ട് വാ. പോക്കറ്റിൽ എത്ര വെച്ചിട്ടുണ്ട്? എടുക്ക്. ഒന്നുമില്ല മാഡം. എടുക്ക്. രാവിലെ തൊട്ട് ഇത്രയും കിട്ടിയുള്ളോ? വാങ്ങിക്ക്. ചുമ്മാ മേടിക്കുന്നേ. അടുത്ത പ്രാവശ്യം നിങ്ങളെ കാണുമ്പോൾ ഹെൽമെറ്റ് ഉണ്ടായിരിക്കണം. ശരി മാഡം. ഹെൽമെറ്റ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാ. കല്യാണം കഴിഞ്ഞോ? കഴിഞ്ഞു മാഡം, 2 കുട്ടികളും ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഹെൽമെറ്റ് ഇട്. ശരി മാഡം. പൊക്കോളൂ. ഡ്രങ്ക് ആൻഡ് ഡ്രൈവ്. ഫൈൻ എത്രയാണെന്നറിയോ? 10,000 രൂപ അടയ്ക്കുന്നോ? ഗവൺമെന്റ് സ്റ്റാഫ് കുടിച്ചിട്ട് വണ്ടി ഓടിക്കുവോ? ഇനി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല മാഡം. ശരി, പോക്കറ്റിൽ എത്ര വെച്ചിട്ടുണ്ട്? എടുക്ക്. ഒരു 2000 ഉണ്ട് മാഡം. ഏട്ടയ്യ, ഇത് വാങ്ങിച്ചിട്ട് അയാളെ വിട്ടേക്ക്. തന്നോ. എങ്ങനെയാ എന്റെ ഫോൺ നമ്പറാന്ന് മനസ്സിലായേ? എല്ലാം ഒരു ഗസ്സിംഗ് അല്ലേ? നിന്റെ ഗസ്സിംഗ് എല്ലാം വളരെ കറക്റ്റാ. നീ എന്റെ മുഖം പോലും കണ്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ഇങ്ങനെയൊക്കെ? ആ കണ്ണ് ഞാൻ കണ്ടില്ലേ? കണ്ണും കണ്ണും നോക്കി നിന്നേ. ഒന്ന് നിർത്തിക്കേ. എന്താ? എന്റെ അച്ഛന് പ്രേമം എന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ല. എന്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റാ. കല്യാണം പോലും ആക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ വേണമെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. എന്തോന്നാ ഇത്? ഞാൻ നിന്നെ കണ്ടിട്ട് പോലുമില്ല. അതിനു മുമ്പ് കല്യാണത്തിനെ കുറിച്ചൊക്കെ ഞാൻ പറയുന്നത്. നിങ്ങളെ കണ്ടു, എനിക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെടണ്ടേ? അതൊക്കെ ഇഷ്ടാവും. അല്ല, നീ ആരാന്ന് പോലും എനിക്കറിയില്ല, പിന്നെ എങ്ങനെയാ ഇഷ്ടപ്പെടുന്നേ? ഞാൻ ആരാണെന്ന് പോലും നിനക്ക് അറിയില്ല, പിന്നെ എങ്ങനെയാണ് നീ എനിക്ക് ഫോൺ നമ്പർ തന്നെ? എടാ വൃത്തികിട്ടവനെ, നീ എന്നെ എന്താ ഐറ്റം എന്നാണോ വിചാരിച്ചേ? അതെ, ഇതുപോലെ ഒന്നും സംസാരിക്കാതെ കേട്ടോ. ആ
റോഡിൽ പോകുന്ന പെൺകുട്ടികളുടെ കയ്യിലേക്ക് ഇങ്ങനെ ഫോൺ നമ്പർ കൊടുക്കോ? അല്ല, ഞാൻ ഫോൺ നമ്പർ തന്നെന്ന് വെച്ച് നീ എന്തിനാ എന്നെ വിളിച്ചേ? നീ റോഡിൽ പോകുന്ന പെൺകുട്ടികളുടെ കയ്യിലേക്ക് ഫോൺ നമ്പർ കൊടുക്കും? അത് കണ്ടിട്ട് ഞാൻ വെറുതെ പോണെന്നാണോ പറയുന്നേ? നീ ഇതുപോലെ എത്ര പെൺകുട്ടികൾക്ക് നിന്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്? അതെ, അധികം സംസാരിക്കൊന്നും വേണ്ട, ഞാൻ അങ്ങനത്തെ ആളൊന്നുമല്ല. എടാ നാറി, ഇപ്പൊ ഞാനാണോ അധികം സംസാരിക്കുന്നേ? അതെ, ഇങ്ങനെ വൃത്തികേട് പറയരുത്. ഞാൻ അങ്ങനെ തന്നെയാണ് സംസാരിക്കാൻ പോകുന്നേ. അതെ അതെ, സോറി സോറി സോറി. അതെ, എന്റെ ഭാഗത്ത് തെറ്റ്, അതുകൊണ്ടല്ലേ സോറി പറയുന്നേ. വിട്ടേക്കുന്നേ, ഞാൻ ചെയ്ത് തെറ്റ് തന്നെയാ. എങ്ങനെയാ വിടാൻ പറ്റുന്നേ? മെയിൻ പിക്ചർ വരാൻ പോകുന്നേ ഉള്ളൂ. ഇനി മെയിൻ പിക്ചറും കൂടി ഉണ്ടോ? ഡാ, അന്ന് ഓർഡർ ചെയ്ത മെറ്റീരിയൽ ഒക്കെ വന്നിട്ടുണ്ടാ? ചേട്ടനത് ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു 5 ടീ സ്ട്രോങ് ആയിട്ട്, അത് മാത്രമേ ഉള്ളൂ. അല്ല ഏട്ടാ, 5 പാല് വെള്ളം ഒഴിക്കാതെ നല്ല സ്ട്രോങ് ആയിട്ട്. എടാ, എപ്പോഴാണ് ഞാൻ പാലിൽ വെള്ളം ചേർത്തുള്ളത്? ഒരുപാട് മാറിപ്പോയല്ലേ. ആ കുടിക്കേ. ഇവളേതാ? ചിലപ്പോ അവളായിരിക്കോ? ഈ മത്താപ്പ സുന്ദരി മനസ്സിലായോ? അതെ, ഇന്നലെ രാത്രി തന്നെ ഞാൻ ക്ഷമ ചോദിച്ചല്ലേ. വേണ്ടെന്നേ, ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്, ഞാൻ നാണം കെടും. എന്നെ കണ്ടിട്ടേ ഇല്ല, എങ്ങനെയാ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചില്ലേ? ഇപ്പൊ കണ്ടോ? വേണ്ടെന്നേ, വിട്ടേക്ക്. എന്നെ നിനക്ക് ഇഷ്ടമായോ? ഡാ, എന്നെ ഇഷ്ടപ്പെട്ടോന്ന്? ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് കല്യാണം കഴിച്ചാലോ? എന്തോന്നാ ഇത്? നിങ്ങൾ സീരിയൽ ആർട്ടിസ്റ്റാണോ? പറഞ്ഞ ഡയലോഗ് വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടിരിക്കുന്നേ. ഏയ്, എന്നെ കണ്ടാ നിനക്ക് സീരിയൽ നടനെ പോലെ തോന്നുന്നുണ്ടോ? സോറി, രാത്രി തന്നെ ഞാൻ ക്ഷമ ചോദിച്ചല്ലേ. നാണക്കെടാ, എന്നെ ടെങ്കൊന്ന് സ്ലിപ്പായതാ, അറിയാതെ പറഞ്ഞു പോയതാ. നാണം കെടുത്തല്ലേ, പ്ലീസ് വിട്. ഇവരൊക്കെ നിന്റെ ഫ്രണ്ട്സാ? തീ പിടിച്ച വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന പോലുള്ള ഇവരാണോ നിന്റെ ഫ്രണ്ട്സ്? നിങ്ങളുടെ എല്ലാവരുടെ പേരിൽ ഞാൻ പോക്സോ കേസ് ചാർജ് ചെയ്തിട്ട് ഞാൻ എന്റെ വഴിക്ക് പോകും. ഇത് വെറും ട്രailer-ആ. മെയിൻ പിക്ചർ ഇനിയും ബാക്കിയുണ്ട്. മെയിൻ പിക്ചർ ഇനിയുണ്ടെന്നോ? എന്ന് വെച്ചാ എന്താ ഏട്ടാ? മാറടാ. ഒരു ദിവസം എത്ര ചെക്കന്മാരെ കൂട്ടിക്കൊണ്ടു വരണേ? അമ്മയ്ക്ക് അച്ഛന് വേറെ ഒരു ജോലിയില്ലേ? നിങ്ങളടുത്ത് ചോദിക്കുന്ന അമ്മ. ചെറുക്കനെ പറ്റി അധികം ആലോചിക്കണ്ട, നിങ്ങളുടെ മോളെ നന്നായി നോക്കൂ. വളരെ സന്തോഷമുണ്ട്. അവള് നിങ്ങളുടെ മോളല്ല, ഞങ്ങളുടെ മോളാണ്. ദാ പിടിക്കേ. ഒന്നും സംസാരിക്കാൻ പാടില്ല. കോഫി കൊടുത്തിട്ട് മര്യാദക്ക് ഇങ്ങോട്ട് വാ. പോടാ ഗുണ്ടുമുളകെ. പിന്നെ എന്തിയാനാ മാംസേ എന്റെ അച്ഛന്? ഞാൻ നിന്റെ കൂടെ എങ്ങനെ ഓടിപ്പോവെന്ന് പേടിയായിട്ടുണ്ട്. ഇപ്പോ ചെക്കന്മാരെ കാണുന്നതാ ഇപ്പോഴത്തെ എന്റെ ജോലി. ആഴ്ചയിൽ ഒരു 4 എണ്ണത്തിനെങ്കിലും കൂട്ടിക്കൊണ്ടുവരും. ഇനി എന്നെ കൊണ്ട് പറ്റില്ല മാംസ്. ഒരു കാര്യം ചെയ്യാം, അലയിപ്പ ഇതേ സ്റ്റൈലില് ഒളിച്ചോടി കല്യാണം കഴിച്ചാലോ? വേറെ നിവർത്തിയില്ലല്ലോ, അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റൂ. മാംസ് പറഞ്ഞു. അന്ന് പറഞ്ഞില്ലായിരുന്നോ കമ്പനി ആരംഭിച്ചിട്ട് കോളറും പൊക്കി പിടിച്ച് അഭിമാനത്തോടെ പെണ്ണ് ചോദിക്കുന്നു? അപ്പോൾ നിന്റെ അച്ഛൻ സമ്മതിച്ചില്ലല്ലോ. പറയട്ടെ, ഒരുപക്ഷെ സമ്മതിച്ചില്ലെങ്കിലോ? പറഞ്ഞാ അവിടെ തീരുമല്ല. ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വരും. ആരാടി നീ? എന്റെ മഹായാണോ നീ? പെട്ടുപോയേ 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 പെട്ടുപോയേ.
അയ്യോ അല്ല, ഇവളെന്തിനാ ഇവിടേക്ക് വരുന്നേ? ഞാനിവിടെ ജോലി ചെയ്യുന്നത് ഇവൾക്ക് എങ്ങനെ അറിയാം? ചേട്ടനോട് സംസാരിക്കാൻ പോവാണല്ലോ. എന്നെ കൊടുക്കാനുള്ള പരിപാടിയാണോ? അറിയാതെ പോയി ഫോൺ നമ്പറും കൊടുത്ത് വലിയൊരു വില്ലത്തിന്റെ അടുത്താ കുടുങ്ങിയത്. ഇനി മെയിൻ പിക്ചറും കൂടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതെന്താന്ന് പോലും മനസ്സിലാവുന്നില്ല. ശരി, പോയി ജോലി ചെയ്തു. ശരി മുതലാളി. ബാല, എന്തിനാ ടേറിനടി കിടന്നുള്ളത്? പോയി എന്നെ പണി നോക്കടാ. ശരി മേസ്ത്രി. മേസ്ത്രി, ഒരു മിനിറ്റ്. ഇപ്പൊ അവിടെ നിന്ന് സംസാരിച്ചില്ലേ, ആ പെണ്ണേതാ? ഓ അതാണോ? അതെ, രണ്ടാമത്തെ മോള് ഗായത്രിയാ. കോളേജിൽ പഠിക്കുന്നവരല്ലേ, അവളാണ്. നീ നിന്റെ ജോലി നോക്ക്. ഓ, അവള് മേസ്ത്രിയുടെ മോളല്ലേ? ഞാൻ വേറെ ആരോന്ന് വിചാരിച്ചു. ഹലോ, ഒരു മിനിറ്റ്. നീ മേസ്ത്രിയുടെ മോളാ? അതെ, എന്താ ആവാൻ പറ്റില്ലേ? ആവാം, പക്ഷെ ഓവർ ബിൽഡപ്പ് പാടില്ല. അല്ല, മെയിൻ പിക്ചർ എന്ന് പറയുന്ന കേട്ടല്ലോ, അതെന്താ? ഏയ് പൊട്ടാ, അത് ഇതാടാ. തന്നേപ്പിച്ചമാര് പറഞ്ഞ കണ്ടില്ലേ? യുവമാര് വന്ന് കയറുന്നതിനെ പെട്ടി കാലിയോ? യുവമാരൊക്കെ 50 ഇനി വരത്തില്ല. എന്താ അങ്ങനെ പറഞ്ഞേ? എല്ലാം ഈ പാണ്ടി നോക്കിക്കോളാം. പാണ്ടി ഉള്ളപ്പോ എന്തിനാ പേടി? ഇതൊന്ന് നോക്ക്. ഇത് വെച്ച് എന്താ ചെയ്യാൻ പോണേ? ചേട്ടാ, വെയിറ്റ് ആൻഡ് സീ. അതുകൊണ്ടാ കൈ നീട്ടുമ്പോ സൂക്ഷിച്ച് നീട്ടണം. ആൾക്കാരുടെ മുമ്പിൽ കൈ നീട്ടിയാ ഇങ്ങനല്ലേ സംഭവിക്കത്തുള്ളൂ. എന്താ 3 മാസമല്ലേ, വീട് നമുക്ക് നോക്കാം. എന്താ മേഡം ഇങ്ങനെ പറയുന്നത്? 3 മാസം സസ്പെൻഡ്. എന്റെ ജീവിതം പോയി. അവന്റെ ജീവിതത്തിൽ മറക്കാത്ത പോലെ എന്തെങ്കിലും ഞാൻ ചെയ്യണം. ഇപ്പൊ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? വീട് അവന്മാര് നമ്മുടെ കൈ കിട്ടാതിരിക്കത്തില്ലല്ലോ, തീർച്ചയായും കിട്ടും. അപ്പൊ നമുക്ക് അകത്തിട്ട് ശരിയാക്കാം. അവന്മാര് വിടാൻ പാടില്ല, എന്തെങ്കിലും ചെയ്യണം. വിടാനേ പാടില്ല, അവന്മാരെ ചുമ്മാ വിടാൻ പാടില്ല. നമ്മൾ ആരാന്ന് കാണിക്കണം.
സ്റ്റോപ്പ്. ഇപ്പൊ എവിടെ നിർത്തിയത്? രാ അല്ലേ? അത് തന്നെ. ആ രായിൽ തുടങ്ങാം. തുടങ്ങ്. നീലത്തട്ടം പറന്നു പോയി, രാജാവിന്റെ വേഷം മാഞ്ഞു പോയി, രാജാവിന്റെ വേഷം മാഞ്ഞു പോയി. നീലത്തട്ടത്തിന് എന്തു പറ്റി? പോലീസ് വേഷം കളഞ്ഞു പോയി. നീലത്തട്ടം മാഞ്ഞു പോയി, പോലീസ് വേഷം അഴിഞ്ഞു വീണേ. പോലീസ് വേഷം കളഞ്ഞു പോയി. നീലത്തട്ടത്തിന് എന്തു പറ്റി? കൈക്കൂലി വാങ്ങിയാൽ എന്താ ലഡുവാണ് കിട്ടാൻ പോന്നെ? തൊപ്പിയാ പോവാ. വാടാ പോവാം. നിനക്ക് കേഴര ശനി തുടങ്ങിയടാ. പൊക്കോ ഓ. ആ പോലീസുകാരനായിട്ട് എന്താ നിങ്ങൾക്ക് പ്രശ്നം? പ്രശ്നമൊന്നുമില്ലട്ടാ. പിന്നെന്തിനാടാ പോലീസുകാരെ നിങ്ങളെ തല്ലിയതും നിങ്ങൾ അയാളെ തിരിച്ചു തല്ലിയതും? അതൊന്നൊന്നുമില്ല ചേട്ടാ. നമ്മുടെ ടീക്കട മാസ്റ്ററോട് ആ പോലീസുകാരൻ എപ്പോഴും കൈക്കൂലി ചോദിച്ചോണ്ടിരിക്കുവായിരുന്നു. അയാൾക്ക് ഒരുപാട് ഫീലായി. അതുകൊണ്ടാണ് നമ്മുടെ പയ്യൻ കൈക്കൂലി വാങ്ങുന്ന ഫോട്ടോ എടുത്ത് മീംസ് ആയിട്ടിട്ടത്. ചായ കടക്കാരനും പോലീസുകാരനും തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവര് തമ്മിൽ തീർത്തോളും. നിങ്ങൾക്ക് അതിലെന്താ കാര്യം? ചായ കുടിക്കാൻ പോയാൽ മിണ്ടാണ്ട് ചായ കുടിച്ചിട്ട് തിരിച്ചു വരാൻ നോക്കണം. പോലീസുകാർ ശരിക്കും വിഷപ്പാമ്പിനെ പോലെ. എന്ത് പ്രശ്നം ഉണ്ടായാലും അത് മനസ്സിൽ വെച്ചിട്ട് പിന്നീട് എപ്പോഴെങ്കിലും നേരിൽ വന്ന് പകരം ചോദിക്കും. ശരി പോക്കോ, പോയി ജോലി ചെയ്യാൻ നോക്കൂ. ആ പിന്നെ ചേട്ടാ, പിന്നെ നിങ്ങൾ കമ്പനി തുടങ്ങുന്ന കാര്യം എന്തായി? ചേട്ടാ അതിനുള്ള ക്യാഷ് അറേഞ്ച് ചെയ്തോണ്ടിരിക്കുക. പോയി അത് ചെയ്യാൻ നോക്ക്. അതാണ് നിങ്ങൾക്ക് നല്ലത്. ശരി ചേട്ടാ. ആ പൊക്കോ. എല്ലാം വെറുതെ ആയി. ഓ എന്തു പേരാണോ ഇതൊക്കെ? കനവ് ഫാക്ടറി എന്നൊക്കെ. ഒരു മുരുകൻ, വിനായകൻ, അയ്യപ്പൻ എന്നൊരു ദൈവത്തിന്റെ പേര് വെച്ച് തുടങ്ങാൻ മേലായിരുന്നോ? ഉറങ്ങി എഴുന്നേക്കുമ്പോ മറന്നു പോകുന്ന സ്വപ്നം പോലെ ഇതും കാണാതെ പോടോ. കൂടുതൽ ചിന്തിക്കാതെ ചേട്ടൻ്റെ അടുത്ത് തന്നെ ജോലിക്ക് പോകാൻ നോക്ക്. സ്വർണ്ണമെങ്കിലും മിച്ചം. അതെ സാറേ, സാറിന്റെ അഡ്വൈസ് ചെയ്യാൻ വേണ്ടി വന്നതല്ല. ഇത് വെച്ചിട്ട് പണം തരാൻ പറ്റില്ല, അത് പറഞ്ഞാൽ മതി. സാറേ, ഒരു ജോലിക്ക് വേണ്ടിയിട്ടാ പൈസ ചോദിച്ചത്. ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കേണ്ട കാര്യമുണ്ടോ? നല്ലത് പറഞ്ഞ ആരാ കേക്കുന്നേ? കയ്യിൽ വിളക്കം പിടിച്ചോണ കെട്ടിച്ചാടാൻ പോവല്ലേ? ചാടിക്കൂ, എനിക്കെന്താ? എന്താന്ന് വെച്ചാ ഈ ജോലി അങ്ങനെയാ. വലിയ വലിയ ആളുകളൊക്കെ തലേ മുണ്ടിട്ടോണ്ടാ പോയത്. അതുകൊണ്ടാ പറഞ്ഞത്. ഇതാ ഇതിൽ 5 ലക്ഷം രൂപ പൈസയുണ്ട്. എണ്ണി നോക്കി എടുത്തോ. കുഴപ്പമില്ല, എടുത്തു വെക്കടി. ആ പിന്നെ ഒരു പ്രധാന കാര്യമുണ്ട്. എൻ്റെ അടുത്ത് 3 പൈസയാ പലിശ. എല്ലാ മാസവും കറക്റ്റായിട്ട് പലിശ വരണം. പിന്നെ 2 വർഷത്തിനുള്ളിൽ സ്വർണം എടുത്തോണം. ഇല്ലെങ്കിൽ ലേലത്തിന് വെക്കും. പിന്നെ എന്നെ കുറ്റം പറയാൻ പാടില്ല. മനസ്സിലായല്ലോ? നോക്കിക്കോ. മരുമോനെ, മാമനൊരു സഹായം ചെയ്യാനേ പറ്റുള്ളൂ. കൂടെ വരാൻ പറ്റില്ല മരുമോനെ. പലിശയും മുതലും കറക്റ്റായിട്ട് കെട്ടിക്കൊള്ളണം കേട്ടോ. കടം തന്നവർ നമ്മുടെ വീട്ടിലേക്ക് വരാണ്ടിരിക്കാൻ നോക്കണേ. നിന്റെ അമ്മയെ കുറിച്ച് നന്നായിട്ട് എനിക്ക് അറിയാലോ. ഇന്നാ ഈ പണം വാങ്ങിക്കേ. കണ്ടാ മതിയല്ലോ, കെട്ടിയ മുണ്ട് വരെ ഊരി കൊടുത്തിട്ട് വന്നോളൂ ആ മനുഷ്യൻ. ഞാൻ എത്ര പറഞ്ഞാലും അങ്ങനെ തലയിൽ അത് കേക്കണ്ട മോനെ. ഇതാ നീ ഇത് വാങ്ങിച്ച മോനെ. വന്ന് കടം വാങ്ങി കൊടുക്കാൻ തുടങ്ങി. ഇനി കടക്കാരെ വീടിന്റെ മുറ്റത്ത് വന്നിക്കട്ടെ, അപ്പ കാണിക്കാൻ ഞാൻ ആരാണ്. പ്രസവിച്ചിട്ടേച്ച് പോയതാ, അന്ന് കേട്ടി തൊഴിൽ വെച്ചതാ. ഇന്ന് ചുമന്നോണ്ട് അടക്കം അങ്ങേരെ. മരുമോനെ, അവിടെ എന്തേലൊക്കെ പറഞ്ഞിട്ട് പോട്ടെ മോനെ. ഇതാ ഈ പണം വാങ്ങിക്കും മോനെ. വാങ്ങിക്കടാ മരുമോനെ, വാങ്ങിക്കോ. താങ്ക്സ് മാമ, ഞാൻ പോയിട്ട് വരാം. കുഴപ്പമില്ലടാ. മരുമോനെ, നീ ജയിച്ചു കാണണോടാ. നീ ജയിച്ചേ പറ്റൂ. അതാണ് ഇതിനൊക്കെയുള്ള മറുപടി മോനെ. പേടിക്കണ്ട, നീ പോയിട്ട് വാടാ മോനെ. നീ എങ്ങനെയാ റെഡിയാക്കിയേ? ഞാൻ ഫൈനാൻസ് എടുത്തടാ. നീ കാശ് റെഡിയാക്കിയോ? ഓ അതിനെപ്പറ്റി ഒന്നും ചോദിക്കല്ലേ അളിയാ. അമ്മു, നിന്റെ കല്യാണത്തിന് വേണ്ടി കരുതി വെച്ചിരുന്ന ഈ 5 ലക്ഷം രൂപ ഞാൻ എടുക്കുക. ഈ കാശുണ്ടെങ്കിലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കമ്പനി തുടങ്ങാൻ പറ്റൂ. അറിയാൻ ചേട്ടാ, അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ കമ്പനി ആരംഭിച്ചിട്ട് വലിയ ആളായിട്ട് വരണം. അതാ ചേട്ടാ എന്റെ ആഗ്രഹം. ശരി അമ്മു. അതേ മോനെ, നീ ഒരു നല്ല നിലയിലെത്തണം.
അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം നോക്കാം. ശരി അമ്മേ. ചേട്ടാ ഇനി മുതൽ ഈ നാട്ടിൽ ആരും ചേട്ടനെ പെയിന്റർ രാജാവെന്ന് വിളിക്കാൻ പാടില്ല, മുതലാളി രാജാവെന്ന് വിളിക്കണ്ടേ. അത് മതി ചേട്ടാ ഞങ്ങൾക്ക്. എടാ എന്റെ പെങ്ങളുടെ കല്യാണം എങ്ങനെ നടത്തുന്ന ആലോചിച്ച് എനിക്ക് പേടിയാവുന്നടാ. നീ എന്തിനാണ് പേടിക്കുന്നേ? നമ്മളെല്ലാരും കമ്പനി തുടങ്ങി വലിയ ആളായി കഴിഞ്ഞാൽ ഈ നാട് തന്നെ തിരിഞ്ഞു നോക്കുന്ന പോലെ നിന്റെ അനിയത്തിന്റെ കല്യാണം നമ്മൾ നടത്തത്തില്ലേ? നമുക്ക് നോക്കാന്നേ. ചേട്ടാ നിങ്ങളൊക്കെ ക്യാഷ് അറേഞ്ച് ചെയ്തു. ഞാൻ എന്റെ അമ്മയോട് ചോദിച്ചിരുന്നു, ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ വേണമെങ്കിൽ ഈ സൈക്കിൾ അങ്ങ് വിറ്റാലോ? എന്തൊക്കെയാണ് ഈ പറയുന്നത്? ആദ്യം നീ പഠിക്കടാ, ഇതൊക്കെ നമുക്ക് പിന്നെ നോക്കാന്നേ. കതിർ, ഞാൻ പറഞ്ഞ ഒന്നും തെറ്റിദ്ധരിക്കില്ലല്ലോ. എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇന്നലെ ഇന്നാണോ കാണാൻ തുടങ്ങിയത്? നിങ്ങൾ പറയട്ടാ. ബസ് കമ്പനി തുടങ്ങുന്നത് വലിയ കാര്യമൊന്നുമല്ല, ചേസ് എടുക്കുന്നതാണ് വലിയ കാര്യം. നിങ്ങളൊക്കെ വിശ്വസിച്ച് ഏത് ബസ് ഓർഡറാ ചേസ് തരിക? വലിയ വലിയ ആൾക്കാരൊക്കെ കമ്പനി തുടങ്ങി മുങ്ങിയ ചരിത്രമുള്ളൂ, അതുകൊണ്ടാ പറഞ്ഞത്. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? മത്സരം തുടങ്ങുന്നതിന് മുമ്പ് അവനും തോറ്റു ഇവനും തോറ്റു നീയും തോറ്റു എന്ന് പറഞ്ഞ എങ്ങനെയാ ചേട്ടാ? എപ്പോഴും തോറ്റവനെ നോക്കാൻ പാടില്ല, ജയിച്ചവനെ നോക്കണ്ടേന്നാ ചേട്ടൻ എപ്പോഴും പറയാറ്. ഞങ്ങളുടെ കണ്ണിലൊക്കെ ചേട്ടനാ ഉള്ളത്. കുമാരട്ടാ, നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഈ സ്വപ്നം തുടങ്ങിയത് ഇന്നൊന്നല്ല, ചെറുപ്പത്തിലെ തുടങ്ങിയതാ. ജയിക്കും ചേട്ടാ. ആ നെഞ്ചുറപ്പ് നിൽക്കൊണ്ടല്ലോ, എന്നാ തുടങ്ങിക്കോടാ. എന്തു പറ്റി? റിങ് പോകുന്നുണ്ട്. എന്ത് പറ്റി ഗായത്രി? അച്ഛൻ ഫോണേ എടുക്കുന്നില്ല. അയ്യോ, അപ്പൊ ഇന്ന് വെള്ളം അടിച്ച് പാമ്പായിട്ടുണ്ടാവും. എന്താടാ, ഇന്നലെ തന്നെ പറഞ്ഞാലേ പൂജക്ക് വരണമെന്ന്, ഇപ്പൊ വരില്ലെന്ന് പറഞ്ഞാ എങ്ങനെയാ? ഡാ നമ്മുടെ മേസ്തിരിയെ പറ്റി നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അങ്ങനെ എവിടെയെങ്കിലും കുടിച്ച് വീണ് കിടക്കുന്നുണ്ടാവും. ദേ സമയമായി, എല്ലാരും വന്നേ, നമുക്ക് ഇതിന്റെ പണിയൊക്കെ അങ്ങ് തീർക്കാം. ശരി, പോവാം. നീ വിഷമിക്കാതിരിക്കുക. വാ, വാ, ഗായത്രി. നോക്കാം. നീ എന്തോന്നാണ് ഈ കാണിക്കുന്നത്? നമസ്കാരം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരട്ടെ. അങ്ങനെ കമ്പനി തുടങ്ങി, ഇനി ചേസ് കിട്ടുന്നതാണ് പ്രധാനം. ശ്രമിക്ക്, ഒരു തവണയല്ല 100 തവണ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ ഏത് കമ്പനിയുടെ മുതലാളിക്ക് നിങ്ങളുടെ മേലൊരു വിശ്വാസം വരും. ആ വിശ്വാസം നിങ്ങൾ കാത്തുകൊള്ളണം, നിങ്ങളെ ആ വിശ്വാസം കാത്തുകൊണ്ടോളും. മനസ്സിലായോ? നന്നായി വരട്ടെ, നന്നായി വരട്ടെ, നന്നായി വരട്ടെ. കൊച്ചു കമ്പനിക്ക് ഒരു ചെറിയ മുതലാളിയായിട്ടല്ല, വലിയ കമ്പനിക്ക് ഒരു വലിയ മുതലാളിയായി നിങ്ങൾ മാറും. ആ കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞത് കാര്യമാ. ഈ പിള്ളേർ നന്നായി വരും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്നാ പിന്നെ ശരിയേട്ടാ.
രാജേന്ദ്രൻ ഒപ്പം താടി ബാല എന്നീ രണ്ടുപേരെയും ഇൻസ്പെക്ടർ ദുരേരാജിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘം ഇന്ന് വളഞ്ഞ് പിടികൂടാൻ ശ്രമിച്ചപ്പോൾ അവർ രണ്ടുപേരും പോലീസുകാരെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അതുകൊണ്ട് പോലീസുകാർ അവരിരുവരെയും എൻകൗണ്ടറിൽ വെടിവെച്ച് കൊന്നു. ഒരുപാട് കൊലപാതക കേസുകളും കള്ളക്കടത്ത് കേസുകളും ഇരുവരുടെയും ഹലോ ഹലോ കണ്ണമ്മ, ഇന്ന് ഫുള്ള് ടി വിയിലെ സ്റ്റാർ സാറാണല്ലോ. തിരുനെൽവേലിയിലെ ഇവിടെ രണ്ടവന്മാരും നല്ല ശല്യമായിരുന്നു, അതുകൊണ്ടാ ഓടിച്ചിട്ട് വെടിവെച്ച്. ആദ്യം കഴിക്കും മോളെ, എന്നിട്ട് സംസാരിക്കാം. പിന്നെ അടുത്ത ആഴ്ച ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും മീറ്റ് ചെയ്യാം. ശരി, ഞാൻ സ്റ്റേഷനിലോട്ട് പോവാം. ശരി എന്നാ, ഓക്കെ ടേക്ക് കെയർ. ഓക്കെ ഓക്കെ കണ്ണമ്മ, ടേക്ക് കെയർ. ഓക്കെ. പോട്ടെ അമ്മേ. ആദോര അവൻ അത്ര നല്ലവനല്ല മോളെ. എന്താ അമ്മ ചെയ്യാ, യൂണിഫോം ഇട്ട് പോയില്ലേ? എല്ലാവർക്കും നല്ലവനായിട്ട് ഇരിക്കാൻ പറ്റുമോ പറ? അമ്മ പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ബായ് അമ്മേ. നമസ്കാരം മാം. എന്താടോ തിരിച്ച് ജോലിയിലൊക്കെ കയറിയ പോലുണ്ടല്ലോ. അതെ മാഡം. നോക്ക്, 3 മാസം എത്ര പെട്ടെന്നാ പോയത്. അതിനിടയ്ക്ക് അവന്മാർ കമ്പനി തുടങ്ങി മാഡം. ശരി, ഒരുപാട് ടെൻഷൻ ആവാതെ. അവന്മാർ ഇവിടെ തന്നെ കാണുമല്ലോ. വിട്, നോക്കാം. ഇതൊക്കെ കണ്ടിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കണമെന്ന് തോന്നുന്നു മാഡം. അവന്മാർ വെറുതെ വിടാൻ പാടില്ല മാഡം. ഇപ്പൊ അവന്മാരുടെ മേലെ കൈവച്ചാ നമുക്കാ പ്രശ്നം. എന്തെങ്കിലും കൈ കിട്ടുമല്ലോ, അപ്പൊ നോക്കാം. എൻ്റെ 3 വർഷം സർവീസാ പോയത് മാഡം. അതല്ലേ പറയുന്നത്. നേരിൽ വരുമ്പോ നമുക്ക് നോക്കാം. ഇപ്പൊ വണ്ടി എടുക്ക്. ശരി മാഡം. ആ വരൂ. നമസ്കാരം സാറേ. നമസ്കാരം സാർ. നമസ്കാരം. പറയൂ. സാറേ, ഞങ്ങൾ 4 പേര് ചേർന്ന് ബസ് ബോഡി ബിൽഡിംഗ് കമ്പനി തുടങ്ങിയിട്ടുണ്ട്. അത് ശരി. ആ അതെ സർ. സർ, ഞങ്ങളെ വിശ്വസിച്ചൊരു ചേസ് തരാമോ സർ? ഞങ്ങൾ നല്ല രീതിക്ക് ബോഡി കെട്ടിത്തരാം സർ. ഇതിനു മുമ്പ് എവിടെ ജോലി ചെയ്തേ? ചേട്ടനെടുത്താ സാർ. ഏതുപോലത്തെ ബസ്സിനാണ് ബോഡി കെട്ടുക? സ്റ്റാഫ് ബസ്, സ്ലീപ്പർ ബസ്, ട്രാവൽസ്, ഇതുപോലത്തെ എല്ലാ വണ്ടിയുടെ ബോഡി വർക്ക് ചെയ്യും സാർ. തൽക്കാലത്തേക്ക് ചേസ് എടുക്കുന്ന ഐഡിയ ഒന്നുമില്ല. എടുക്കുമ്പോൾ അറിയിക്കാം കേട്ടോ. ആ സമയത്ത് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഈ പ്രായത്തിൽ ഇതുപോലൊരു ശ്രമത്തിന് എന്റെ അഭിനന്ദനം. താങ്ക് യു സർ. ശരി, സർ. നന്നായി വരട്ടെ. സാറേ, ഞങ്ങൾ 4 പേരും കൂടി ചേർന്ന് ഒരു ബസ് ബോഡി ബിൽഡിംഗ് കമ്പനി തുടങ്ങിയിട്ടുണ്ട് സാറേ. ഞങ്ങൾക്കൊരു ചേസ് താ സാറേ, നന്നായിട്ട് ബോഡി ഉണ്ടാക്കി തരാം. ആരുടെ ജോലി ചെയ്തേ? സർ, ചേട്ടൻ്റെ അടുത്താ സർ. ചേട്ടനടുത്തല്ലേ? ആ ചെല്ലേ. അവിടെ നിന്ന് നന്നായിട്ട് ജോലി പഠിച്ചിട്ട് പിന്നെ വാ. മൊട്ടന്ന് ഇതുവരെ വിരിഞ്ഞിട്ടില്ല. അതിന്റെ ഉള്ളിൽ കമ്പനി തുടങ്ങി എന്ന് പറഞ്ഞു നിക്ക. എന്ത് വിശ്വാസാ നിങ്ങക്ക് ഞാൻ ചേസ് തരണ്ടേ? ഇതെന്താ സാധാരണ ജോലിയാണെന്നാണ് ഒന്ന് വിശ്വസിക്കുക. പ്ലീസ് പോവാൻ പറഞ്ഞില്ലേ? പോടാ. ചുമ്മാ ആൽബം പൊക്കിക്കൊണ്ട് വന്നേക്കുവാ. ഡിസൈനൊക്കെ നന്നായിട്ടുണ്ട്. ഒരു ചേസിന് ബോഡി കിട്ടി കാണിച്ചതാ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. സാർ, നിങ്ങൾ ചേസ് തന്നാലല്ലേ ബോഡി കെട്ടി തരാൻ പറ്റൂ. ഞങ്ങളെ വിശ്വസിച്ചൊരു ചേസ് ഏൽപ്പിക്കും സാർ. അതെ സർ, വലിയ കമ്പനിയല്ലേ, എത്ര പേർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കൊരു അവസരം എന്താ സർ? SK ട്രാവൽസ് എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നാണ് എൻ്റെ അർത്ഥം. ആ വിശ്വാസം കാത്തു സൂക്ഷിക്കണം. ഇത് ഡ്രൈവർ കണ്ടക്ടർ ജോലിയൊന്നുമല്ലോ. അവസരം ചോദിച്ചാൽ കൊടുക്കാനായിട്ട് 1 കോടി 1.5 കോടി ചെലവ് ചെയ്തിട്ട് ബസ്സിന്റെ ബോഡി മര്യാദയ്ക്ക് നിർമ്മിച്ചില്ലെങ്കിൽ ആ ബസ് വേസ്റ്റ് അല്ലേ? ഇൻവെസ്റ്റ് ചെയ്തത് ടോട്ടൽ ലോസ്. നിങ്ങൾക്കെന്താ? കൈ മലച്ചിട്ട് നിങ്ങൾ പോവും. നഷ്ടം ഉണ്ടാവുന്നത് എനിക്കല്ലേ? അങ്ങനെയൊന്നും സംഭവിക്കില്ല സാർ. നിങ്ങൾ പറയുന്ന പോലെ ബോഡി ഉണ്ടാക്കി തരാം. നിങ്ങൾക്കെന്താ? 4 കമ്പിയും കുഴിച്ചിട്ടിട്ട് ഒരു ഷീറ്റ് വിരിച്ചിട്ടിട്ട് കമ്പനി തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ഒരു കൊട്ടേഷൻ എവിടെയെങ്കിലും വാങ്ങിച്ചോണ്ട് വരും. എന്ത് വിശ്വാസത്തിലാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്? അല്ല സാറേ, ഞങ്ങളെ വിശ്വസിച്ച് ഒരേ ഒരു ചേസ് മാത്രം എന്താ? നിങ്ങളുടെ വിശ്വാസം ഞങ്ങളെ കാക്കും സാറേ. ആദ്യം പ്രൂവ് ചെയ്തിട്ട് വാ, എന്നിട്ട് നമുക്ക് നോക്കാം.
എനിക്ക് ഒരുപാട് പണിയുണ്ട് ഇവിടെ, പോവാൻ നോക്ക്. ഉം. പോകാനല്ലേ പറഞ്ഞത്, താലം വിടാൻ നോക്ക്. എന്താ പോയില്ലേ? പോകാനല്ലേ പറഞ്ഞത്. ഫൈനാൻസുകാരൻ ശല്യം ചെയ്യുന്നുണ്ടല്ലേ? അതെ. നിനക്ക് ചീട്ടടക്കണ്ടേ? ശരിയടാ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് തിരിച്ച് ചേട്ടൻ്റെ അടുത്ത് തന്നെ ജോലിക്ക് പോയാലോ? ആഹാ, ഇതാരാ ഇതൊക്കെ? വരൂ. എടാ, അവിടെ എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത്? പണി തീർക്കാൻ നോക്കടാ. ഇതാരാ? മുതലാളിമാരോ? മുതലാളിയായിട്ടല്ലേ ചേട്ടാ വന്നേ, തൊഴിലാളിയായിട്ടാ വന്നേ. അല്ല, എന്തു പറ്റി? ചേട്ടാ, പോയെടുത്തൊന്നും ആരും ഇതുവരെ ഞങ്ങൾക്ക് ഒരു ചേസും തന്നില്ല. എല്ലാവരും ഞങ്ങളെ ഒരേ കാരണം തന്നെ പറഞ്ഞ് മടക്കുക ചേട്ടാ. ഒരിടത്ത് കൊട്ടേഷൻ കൊടുത്തിട്ട് പോ, ചേസ് വരുമ്പോൾ വിളിക്കാന്നാ പറയുന്നത് ചേട്ടാ. എന്താ ചേട്ടാ ചെയ്യുന്നേ? നല്ല കമ്പും നട്ട് ഷെഡും കെട്ടി ഞങ്ങളും കമ്പനി തുടങ്ങിയെന്ന് പറഞ്ഞ് കൊട്ടേഷനും പൊക്കിക്കൊണ്ട് വന്നിരിക്കുക. നിങ്ങളെ എങ്ങനെ വിശ്വസിച്ചാ ചേസ് കൊടുക്കുന്നതെന്നാ ചോദിക്കുന്നത് ചേട്ടാ. എന്തെങ്കിലും ഒരു ചേസിന് ബോഡി കെട്ടി കാണിക്കേ, അതിനുശേഷം നോക്കാമെന്നും പറഞ്ഞയക്കുക. അല്ല, അവര് പറയുന്നത് ശരിയാ. എന്ത് വിശ്വാസത്തിലാണ് നിങ്ങൾക്ക് ചേസ് തരുന്നത്? ഒന്ന് പ്രാക്ടിക്കലായിട്ട് ആലോചിച്ചേ. ചേട്ടാ, ആരും ചേസ് തരാതെ ഒരു ബസ്സിന് ബോഡി കെട്ടി കാണിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യാ? നിങ്ങൾ പറയുന്നത് ശരിയാ മക്കളെ. ഞാനും ജീവിതത്തിൽ ഇതുപോലെ തലകുനിച്ച് നിന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞ ഒന്നല്ല 100 പ്രാവശ്യം ശ്രമിക്കണമെന്ന്. നിങ്ങളൊന്നല്ലെങ്കിൽ 4 പേരുണ്ടല്ലോ, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഡെയിലി ഓരോ കമ്പനി കയറി ഇറങ്ങി നടന്നു. എന്റെ ഈ കഷ്ടപ്പാടും ശ്രമവും കണ്ട് ഒരു മുതലാളി എന്നിൽ വിശ്വാസം അർപ്പിച്ചു. ആ വിശ്വാസം ഞാൻ സംരക്ഷിക്കുകയും ചെയ്തു. ആ വിശ്വാസമാണ് നിങ്ങൾ ദേ ഇവിടെ കാണുന്നത്. ആരാണോ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളെ നേരിടുന്നതോ അവൻ ജയിച്ചിരിക്കും. അങ്ങനെ ജയിക്കുന്നവന്റെ പുറകെയാണ് ഈ ലോകം തന്നെ ഓടുന്നത്. ഇന്ന് എൻ്റെ അടുത്ത് വരുന്ന മുതലാളിമാരെല്ലാം തന്നെ ഒരു സമയത്ത് തന്നെ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളിയവന്മാരാ. അല്ല, ബാല എന്തി? അവന് തീരെ സുഖമില്ലേട്ടാ. ഈ പ്രശ്നങ്ങളൊക്കെ കാരണമായിരിക്കും അവന് സുഖമില്ലാണ്ടായത്. അല്ല, ഇപ്പൊ എന്താ നിങ്ങൾക്ക് വേണ്ടേ? നിങ്ങളുടെ കഴിവ് പ്രൂവ് ചെയ്യാനായിട്ട് ഒരു ചേസ് വേണം, അത്രയല്ലേ ഉള്ളൂ. ദേ, ആ ചേസ് എടുത്തോണ്ട് പോക്കോ. നിങ്ങളുടെ പുറത്ത് ഞാൻ വിശ്വാസം കാണിച്ചില്ലേ, പിന്നെ വേറെ ആര് കാണിക്കാനാ? വളരെ നന്ദി ചേട്ടാ. വളരെ നന്ദി ചേട്ടാ. പ്ലീസ് അച്ഛാ. ശരി, നിങ്ങൾ എന്നെ നല്ലൊരു സമയം നോക്കി പറഞ്ഞു. ആ ദിവസം തന്നെ കല്യാണം നമുക്ക് നടത്താം. ഹാപ്പി അല്ലേ മോളെ? താങ്ക്സ് അച്ഛാ. സാറേ, എന്താ ആരെയും കാണുന്നില്ലല്ലോ? എല്ലാരും ലീവാ സാറേ, നാളെ വരത്തുള്ളൂ. എന്താ കമ്പനിയിൽ പുതിയതായിട്ട് ലീവൊക്കെ ഇടാൻ തുടങ്ങിയല്ലോ? ഞങ്ങളുടെ കതിരേട്ടന്റെ കല്യാണ സാറേ. എന്ത് ശവടക്കും? അല്ല, കതിരേട്ടന്റെ കല്യാണാന്ന്. ഓ, കല്യാണം ഒക്കെ ആയോ അവന്? നിന്റെ കതിരേട്ടനോട് പറ, പെട്ടെന്ന് തന്നെ ഈ കമ്പനിക്ക് ശവടക്ക് വെക്കാൻ പോവാന്ന്. മനസ്സിലായില്ലേ? മാമ. ആ, ശരി മോളെ. അമ്മായി. എന്റെ പൊന്നു വരുമോളെ, ഒരുപാട് നാളിന് ശേഷം ഇപ്പോഴാണ് നല്ലൊരു കാപ്പി കുടിക്കണത്. പറയും ഇതിനപ്പുറം പറയും. മരുമകള് വന്നല്ലോ ഇനി. സത്യാവസ്ഥയല്ലേ പറഞ്ഞത്? അതെ. അപ്പൊ ഇത്രയും നാൾ എന്റെ അടുത്ത് പറഞ്ഞത്? ഉള്ള കാര്യമല്ലേ, ചെറിയ കുട്ടികളല്ലേ, വിട്ടുകളെ.
ഏയ് വേണ്ട. ദേ അമ്മായി വരും. വരട്ടെ. അമ്മായിയെ വിളിക്കൂ. വിളിച്ചോന്നേ. വിളിക്കുന്നേ. വിളിക്കടി. അമ്മായി എന്താ മോളെ ഒച്ച? സംസാരിച്ചോണ്ടിരിക്ക അമ്മായി. സൂക്ഷിച്ച് സംസാരിക്കുമ്പോളെ പാത്രങ്ങളൊക്കെ പൊട്ടിപ്പോവും. വണ്ടി സ്റ്റാർട്ടാക്കിക്കോ. വണ്ടി സ്റ്റാർട്ടാക്ക്. വണ്ടി എടുത്തു. നേരെ KG ഹോസ്പിറ്റലിലേക്ക് കിട്ടും. ചെല്ല്. പോട്ടെ. വേഗം പോ. ചെല്ല്. ആ മേസ്ത്രി എന്തി? വിളിച്ചേ ആ മേസ്ത്രിയെ. പോയി ചെന്ന് വിളിക്കാൻ. വിളിച്ചോണ്ട് പോയാളെ. മേസ്ത്രി ചേട്ടൻ വിളിക്കുന്നു വാ. തനിക്കൊന്നും വിവരമേ ഇല്ലേ? കാല് വീണ ആംഗിൾ തലേ വീണ ഒരു ജീവനല്ലേ പോയിട്ടുണ്ടാവുക. അയ്യോ ചേട്ടൻ വിളിക്കുന്നു വാ. ചേട്ടാ മേസ്ത്രി വന്നിട്ടുണ്ട്. അയാളോട് പുറത്തു പോകാൻ പറ. ഇനി എനിക്ക് അയാളെ കാണുകയും വേണ്ട. മുതലാളി മഹാ ബിരിയാണി നന്നായിട്ടുണ്ട്, കുറച്ചുകൂടി ആ, തന്നെ. തരാം. പോണ്ടിക്ക് വെക്കോ, നന്നായിട്ട് കഴിച്ചോളും. പറടാ പറ. മതി. ചേട്ടാ നിങ്ങൾക്ക് കുറച്ചുകൂടെ. ഏയ് വേണ്ട, മതി. ബിരിയാണി നന്നായിരുന്നു കേട്ടോ. ഫാക്ടറിയിൽ കുറച്ച് പണിയുണ്ട്. എന്നാ പിന്നെ ഞാൻ വരട്ടെ. ശരി ബൈ. നാളെ ഇനിയൊരു ചേസ് വരുന്നുണ്ട്. അടുത്ത 2 ദിവസത്തിനകം ഈ ചേസിന്റെ ഫ്രെയിം അങ്ങ് തീർത്തേക്കാം. ശരിയടാ. പിന്നെ സീറ്റൊക്കെ ഫിക്സ് ചെയ്ത് പെയിന്റ് ഒക്കെ അടിച്ച് തീരാനായിട്ട് 4 ദിവസമാവും. 2 ആഴ്ചക്കുള്ളിൽ 2 വണ്ടിയും ഡെലിവറി കൊടുക്കണോടാ. അതിനെന്താ കൊടുക്കാടാ. ആദ്യം കഴിക്കേ, പിന്നീട് സംസാരിക്കാം. വാ ഗായത്രി. വാ മേസ്ത്രി. വരൂ ഇരിക്കുന്നേ. മേസ്ത്രി വാ വന്നിരിക്കുന്നേ. മഹാ മേസ്ത്രിക്ക് കഴിക്കാൻ ബിരിയാണി കൊടുത്തേ. കഴിക്ക്. അതൊന്നും വേണ്ട മോനെ. അല്ല എന്ത് കഴിക്കുന്ന നിങ്ങൾ? വേണ്ട മക്കളെ. ഇതാ കഴിക്കേ. വാങ്ങിച്ചോ. ഗായത്രി കുറച്ചൊന്ന് കഴിക്കേ. വേണ്ട മഹാ, കുഴപ്പമില്ല, പിന്നെ കഴിക്കാം. മേസ്ത്രി കഴിക്ക്. കഴിക്കണേ മേസ്ത്രി. ചേട്ടൻ പറഞ്ഞതിലും കാര്യമുണ്ട് മേസ്ത്രി. ജോലി ചെയ്യുമ്പോൾ വെള്ളം അടിക്കാതിരിക്കണേ. എന്താന്ന് വെച്ചാൽ നമ്മൾ പണി ചെയ്യുന്ന ഇരുമ്പിലല്ലേ. അറിയാതെ എന്തെങ്കിലും പറ്റിപ്പോയി എന്താ ചെയ്യാ? അത് വിട്ടേക്ക് അച്ഛാ, കഴിക്കൂ. അച്ഛാ കഴിക്കേ. ചേട്ടൻ അച്ഛനെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടിരിക്കുക. ഇപ്പൊ പുറത്തേക്ക് എവിടേക്കും പോവാറില്ല. വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കുക. നിങ്ങളോടൊക്കെ ചോദിക്കാനോ അവർക്ക് മടിയാ. അതുകൊണ്ടാ ഞാൻ തന്നെ കൂട്ടിട്ട് വന്നത്. അറിയാം ഗായത്രി, ഭാഗ്യത്തിന് കാലിനെ പറ്റിയുള്ളൂ. ജീവനെങ്ങാനും പോയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ചേട്ടൻ എത്ര തവണ പറഞ്ഞു നോക്കിയതാ, കാര്യം ഉണ്ടായില്ല. മിണ്ടാതിരിക്കടാ ഗായത്രി. നീ വിഷമിക്കാതിരിക്കുക. അച്ഛനെ ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെയൊക്കെ വെറുതെ വിടുമോ ഞങ്ങള്? ഇന്നലെ വന്ന ബന്ധമാണോ ഇത്? ചെറുപ്പം തൊട്ടേ കാണാൻ തുടങ്ങിയതല്ലേ. ഞങ്ങൾക്ക് ചേട്ടൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നിന്റെ അച്ഛനും. ഗായത്രി, ചേട്ടൻ അങ്ങനെ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയതായിരിക്കില്ല. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഇങ്ങനെ ചെയ്തായിരിക്കും. ഇവിടെയുള്ളതെന്ന് അറിഞ്ഞാൽ ഉറപ്പായിട്ട് സന്തോഷിക്കും. ശരി, ഞാൻ പോയിട്ട് വരാം. ശരി ബൈ മഹാ. ബൈ ബൈ. മഹാ, ഇടയ്ക്കിടയ്ക്ക് ബിരിയാണി കൊണ്ടുവരണേ. ആ, അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയോ? ഈവനിങ് വരുള്ളൂന്ന് പറഞ്ഞു. എന്തേ? എന്താടാ എന്തിനാ ഇരിക്കുന്നത്? ഞാൻ വെറുതെ മേസ്ത്രി ഇരിക്കും, ഞാൻ വന്നേക്കാവേ. നോക്കടാ. എന്ത് വേടാ ഇത്? പോടാ, പോ. ഉമ്മാര് പുറത്ത്. നോക്കി പോടാ. നീ എന്തിനാ വരുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മനസ്സിലായാലോ? ഒന്ന് പോടി. കാര്യം പറയാം. എന്താടാ പോ.
എന്താ മോനെ പുതിയതായിട്ടൊക്കെ പകലിലൊക്കെ ജോലിയാണെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വരില്ലല്ലോ. വെള്ളം കുടിച്ചിട്ട് പോകാനാ വന്നാച്ചാ. എന്താ ഇത്? ഒന്ന് മിണ്ടാതിരി. അവൻ ഇന്ന് ആദ്യമായിട്ട് രാവിലത്തെ നേരം ഒന്ന് വീട്ടിലേക്ക് വന്നല്ലേ, അതിന് ചീത്ത പറയണോ? ഒന്ന് മിണ്ടാതിരിക്കെ. അതൊക്കെ ശരി, ഒരു മൊന്തരത്തിന് വെള്ളം എടുത്ത് കൊടുക്ക്, കുടിച്ചിട്ട് പോട്ടെ. ഇല്ല കുഴപ്പമില്ല അച്ഛാ, ഞാൻ കമ്പനി തന്നെ പോയി കുടിച്ചോളാം. വരാവേ. ആ പോന്നോട്ടെ പോന്നോട്ടെ ആ പോന്നോട്ടെ ആ. നമസ്കാരം നമസ്കാരം സാർ. സാർ. നമസ്കാരം സാർ. വരൂ സർ. വരൂ സാർ. അകത്തോട്ട് വരൂ സാർ. വരൂ, ഇവിടെ ഇരുന്നോളൂ സാർ. ഇരുന്നോളൂ. ഓഫീസ് വേറെ രീതിയിലാണല്ലോ. അതെ സാറേ. ഇപ്പൊ മാർക്കറ്റിൽ നിങ്ങളെ പറ്റി മാത്രമേ ഉള്ളൂ കംപ്ലീറ്റ് സംസാരം. 4 യങ്സ്റ്റേഴ്സ് ചേർന്ന് ഒരു കമ്പനി തുടങ്ങി. ഇത്രയും ഷോർട്ട് പീരീഡില് വലിയൊരു കമ്പനിയായിട്ട് മാറിയില്ലേ? അഭിനന്ദനങ്ങൾ. സാർ. എന്റെ കമ്പനിയിൽ 100 പേരം ബസ്സുണ്ട്. പുതുതായിട്ട് 10 ചേസ് എടുക്കാൻ പോവാ. അതിന്റെ ബോഡി വർക്ക് നിങ്ങൾ തന്നെ ചെയ്യണം. ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് സാറേ. ഞങ്ങളെ വിശ്വസിച്ച് ഇത്രയും വലിയ ഓർഡറൊക്കെ തന്നില്ലേ? തീർച്ചയായിട്ടും നന്നായിട്ട് ചെയ്തു തരാം സാറേ. ഇവിടെ ഒരുപാട് ബോഡി വർക്ക്ഷോപ്പ് ഉണ്ടായിട്ടും നിങ്ങളെ തേടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളോടുള്ള വിശ്വാസം തീർച്ചയായിട്ടും സാർ. 10 ചേസിന് 20 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് തരാം. ചേസ് വന്നതിന് ശേഷം ബാക്കി എമൗണ്ടും തരും. ശേഷം ബാക്കിയുള്ളത് വണ്ടി സെറ്റിൽ ചെയ്യുന്ന സമയത്തും. അങ്ങനെ ആയിക്കോട്ടെ. സൂക്ഷിച്ച് നന്നായിട്ട് ചെയ്യണം. ശരി. പോയിട്ട് വരാം. ശരി സാർ. പോയിട്ട് വരാം. ഇടിക്കരുത്, സൂക്ഷിച്ചു പോണേ. കതിർ, ഞാൻ ഈ ചടങ്ങൊന്നും വേണ്ടാന്ന് പറഞ്ഞതല്ലേ, പക്ഷെ നീ കേട്ടില്ലല്ലോ. നിന്നെ വിട്ട് ഒരു നിമിഷം പോലും പിരിയാൻ പാടില്ലെന്ന് വിചാരിച്ചതാ. ഇനി 4 മാസം എങ്ങനെയാ? മാസമല്ല, 4 നിമിഷം പോലും എനിക്ക് നിന്നെ മിസ് ചെയ്യാൻ പറ്റില്ല. അല്ല സാറും കൂടി വരൂ. നന്നായി വരും, നന്നായി വരട്ടെ മോളെ. ഓക്കെ മോളെ. സാറേ വളരെ സന്തോഷമായി. പിന്നെ ഞാൻ ഇറങ്ങാം. ശരി.
മേ ഐ പ്ലീസ് യുവർ ഓണർ? സത്യസന്ധതയോടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന വനിതാ പോലീസ് കണ്ണമ്മ, പിന്നെ അവരുടെ ഒപ്പം ചെന്ന പോലീസ് ഓഫീസർ സ്വാമി എന്നിവർ രണ്ടുപേരെയും കുറ്റം ചുമത്തപ്പെട്ടിരിക്കുന്ന കതിർ, പാണ്ഡി, രാജ, ബാല എന്നീ 4 പേരും ഗൂഢാലോചന ചെയ്താണ് കൊന്നിരിക്കുന്നത്. ഈ ഒരു ഇരട്ട കൊലപാതകം ജനങ്ങളുടെ ഇടയിൽ മാത്രമല്ല, പോലീസുകാരുടെ ഇടയിലും പേടിയും ഞെട്ടലും ഉണ്ടാക്കിയിരിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഈ 4 പേരെയും 7 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വെച്ച് അന്വേഷിക്കാനായിട്ട് അനുമതി തരണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. യുവർ ഓണർ, പ്രോസിക്യൂട്ടറും പോലീസുകാരും പറയുന്നത് പോലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ കണ്ണമ്മ ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥൻ സ്വാമിയുടെ കൊലപാതകത്തിനും ഇവർക്കും യാതൊരു ബന്ധവും തന്നെ ഇല്ല. ഇത് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള കെട്ടുകഥയാണ്. ഇവർ 4 പേരും നിരപരാധികളാണ്. ഇവർക്കെതിരെ യാതൊരു കേസും ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. പോലീസുകാർ ആരോപിക്കുന്നത് പോലെ ഇവർക്ക് യാതൊരു ഗൂഢാലോചനയിലും പങ്കില്ല. ഇവർ 4 പേരും നിരപരാധികളായതുകൊണ്ട് ഇവരെ ഈ കേസിൽ നിന്നും മോചിപ്പിച്ച് യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കുവാൻ പോലീസുകാർക്ക് ഉത്തരവ് നൽകാനും കോടതി മുമ്പാകം ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കതിർ, ബാല, രാജ പിന്നെ പാണ്ഡ്യനെയും ചേർന്ന് 4 പേരെയും 4 ദിവസത്തേക്ക് പോലീസിന്റെ റിമാൻഡ് വെക്കാനായിട്ട് അനുമതി കൊടുത്തിരിക്കുന്നു. പോരാത്തതിന് ചോദ്യം ചെയ്യുമ്പോൾ കുറ്റവാളികൾക്ക് യാതൊരു കളങ്കവും ഏർപ്പെടാത്ത വിധത്തിൽ എങ്ങനെയാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത് അതേപോലെ തന്നെ ഇവിടെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ഉത്തരവിട്ടിരിക്കുന്നു. കയ്യിൽ വിലങ്ങണിച്ചിരിക്കുക അമ്മേ. അമ്മ, ഞാൻ തിരിച്ചു വരുമ്പോളെ. കരയല്ലേ മരുമോനെ, നീ ധൈര്യമായിട്ടിരിക്കടാ, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. മഹാ, പോയിട്ട് വരാമേ.
കൊല ചെയ്യാൻ തക്കവണ്ണം നിങ്ങൾ ഇൻസ്പെക്ടറും തമ്മിൽ എന്താണ് പ്രശ്നം? സംസാരിച്ച് തീർത്തൂടായിരുന്നോടാ? ഞങ്ങൾ തെറ്റൊന്നും ചെയ്തില്ല സാറേ. ഏത് അക്യൂസ്റ്റാടാ ചെയ്ത തെറ്റ് സമ്മതിച്ചേ? അകത്തിട്ട് പെരുമാറിയാലേ സമ്മതിക്കുള്ളൂ അല്ലേ? റാസ്കൽസ്. എടാ കതിരെ, പണിയൊന്ന് പെട്ടെന്ന് തീർത്തേ, സമയം പോകുന്നു. നാളെ ഒരു വണ്ടി ഡെലിവറി കൊടുക്കാനുള്ളതല്ലേ ചേട്ടാ? ആ ഗ്രില്ലൊന്ന് തുടച്ചു വെച്ചേ. ചേട്ടാ, പോലീസുകാരെ പുറത്തിരിക്കുന്ന ബസ്സിലൊക്കെ ലോക്ക് ഇടുന്നു ചേട്ടാ. ആരടാ? മറ്റേ പോലീസുകാരനേട്ടാ. ഏത് പോലീസുകാരനാടാ? അവനേട്ടാ. സാർ, എന്തിനാ സാർ വണ്ടിക്ക് ലോക്ക് ഇടുന്നേ? അറിയത്തില്ലേ, നോ പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയാ ലോക്ക് ഇടാതെ പിന്നെ നിനക്കെന്താ ലഡ്ഡു ആണോ തരാൻ പോകുന്നത്? നോ പാർക്കിങ്ങോ? സാർ എന്താ ഈ പറയുന്നേ? അങ്ങോട്ട് നോക്ക്. ഇപ്പോഴല്ലേ നിങ്ങൾ ബോർഡ് വെച്ചേ, അതിനുള്ളിൽ ലോക്കിട്ട് എങ്ങനെയാ? വേണമെങ്കിൽ ഞങ്ങൾ വണ്ടി അകത്തിടാം സാറേ. സാറേ, ഇതൊക്കെ നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെയാണോ? ശരി ശരി, എന്താണെങ്കിലും സ്റ്റേഷനിൽ വന്ന് സംസാരിക്കും. പറ, എത്ര ഫോണാ മോഷ്ടിച്ചത്? ഞങ്ങൾ ഒരു മൊബൈലും മോഷ്ടിച്ചില്ല മാഡം. ഒരു മൊബൈലും മോഷ്ടിച്ചിട്ടില്ല. മര്യാദക്ക് ഞങ്ങൾ കട്ടിട്ടില്ല മാഡം. പറയടാ. ഞങ്ങൾ കട്ടിട്ടില്ല മാഡം. ഇവന്മാരോട് ഇങ്ങനെ ചോദിച്ചാലൊന്നും പറയത്തില്ല. അകത്തിട്ട് ശരിയാക്ക്, അപ്പൊ സത്യം പറയത്തുള്ളൂ. നടക്കടാ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? മാഡം, ഇവര് പെട്ടെന്ന് കമ്പനിയുടെ മുന്നിൽ നിന്ന ബസ്സിനൊക്കെ ലോക്ക് ഇട്ടു മാഡം. എന്താ, നോ പാർക്കിങ്ങിന്റെ അവിടെ വണ്ടി നിർത്താൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായാ ആര് സമാധാനം പറയും? പെട്ടെന്ന് നോ പാർക്കിംഗ് ബോർഡ് വെച്ച് ബസ്സിന് ലോക്ക് ഇട്ട എന്ത് ചെയ്യാം മാഡം? മാഡം, ഞങ്ങൾ റോഡിലല്ല നിർത്തിയത്, റോഡിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് നിർത്തിയത്. എവിടെ? നിങ്ങളുടെ കോമ്പൗണ്ടിലോ? ഫൈൻ അടിച്ചിട്ട് ബസ് എടുത്തോണ്ട് പോവാൻ നോക്ക്. മാഡം, ഫൈനൊന്നും വേണ്ട മാഡം, പ്ലീസ് മാഡം. ഫൈനൊന്നും വേണ്ട മാഡം, വേണ്ടതുപോലെ ചെയ്യാം. അപ്പൊ നീ പറഞ്ഞു വരുന്നത് കൈക്കൂലി തരാന്നാണോ? അതല്ല മാഡം. കർപ്പകം, ഇവരുടെ കയ്യിൽ നിന്ന് ഫൈൻ മേടിച്ചിട്ട് ബസ് റിലീസ് ചെയ്യാൻ നോക്ക്. ശരി മാഡം, ഇവിടെ ഒരു 5000 രൂപ ഫൈൻ. 5000 രൂപയോ? പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പോലീസുകാരുടെ നേരത്ത് കൈവെക്കാൻ നോക്കുന്നു. ഇരിക്കടാ. ഏയ്, എന്താ നോക്കുന്നേ? ഇരിക്കേ. ഇരിക്കാനല്ലേ പറഞ്ഞത്? ഇരിക്കേ. റാസ്കൽസ്, എന്താ റോഡിൽ തന്നെ കാണിക്കുവാണോ? നീ ഇരിക്കട്ടാ. കല്യാണ വീട്ടിൽ കഴിക്കാൻ വന്നിരിക്കുന്ന കൂട്ടുണ്ട് നാറികള്. നമസ്കാരം സാർ. നമ്മുടെ പിള്ളേരാ മാഡം. അറിയാം സാർ, അതുകൊണ്ടാ ഞാൻ FIR പോലും ഇട്ടിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പോലീസുകാരെ തൊട്ട് കളിച്ചാ ചുമ്മാ വിടാൻ പറ്റുമോ? തെറ്റായിപ്പോയി മാഡം, ഇനി ശ്രദ്ധിച്ചോളാം. കുറച്ച് സൂക്ഷിക്കാനൊക്കെ പറ സാറേ അവരോട്. സാറിനെ ഓർത്തിട്ടാ വിടുന്നത്. ഓക്കെ മാഡം, താങ്ക് യു. ഹേയ്, ഇനി എന്തേലും കാരണവശാ എന്റെ കയ്യിൽ കിട്ടിയാ അത്രേ ഉള്ളു. ശരിയാക്കും നിങ്ങളെ. പോവാൻ നോക്ക്. എന്തിനാ നോക്കുന്നത്? പോ. നിനക്ക് വിവരമുണ്ടോ? പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസുകാരന്റെ ഷട്ടിന് കുത്തിപ്പിടിക്കാൻ അവൻ കൈ കൊണ്ട് അപ്പൊ കാണിച്ചത് കണ്ടായിരുന്നു. എങ്ങനെ കാണിച്ച? എന്താടാ FIR എഴുതി അകത്ത് തള്ളിയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചു? രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അകത്തിരുന്ന് ഗോതമ്പ് തിന്നേണ്ടി വന്നേനെ. എടോ മേസ്ത്രി, താനൊന്ന് താഴെ ഇറങ്ങി വന്നേ. എന്തോടെ കാണിക്കുന്നേ? എടോ മേസ്ത്രി, ഇറങ്ങടോ. താഴെ ഇറങ്ങണോ? ജോലി ചെയ്യുമ്പോ കുടിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? എന്താ നോക്കുന്നേ? താഴെ ഇറങ്ങണോ. തന്നോട് ആരോടോ ചേസ് എടുക്കാൻ പറഞ്ഞേ? ആരെങ്കിലും ഇടിച്ചാ എന്ത് ചെയ്തേനെ? താഴോട്ട് ഇറങ്ങണോ. ഇറങ്ങടോ. താഴെ ഇറങ്ങുന്നേ പറയുന്ന കേട്ടില്ലേ?
തന്നെയൊക്കെ പാവം നോക്കി ജോലിക്ക് നിർത്തിയില്ലേ? ഞങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ. നോക്കി ഇറങ്ങ. അയ്യോ അയ്യോ എടോ, എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കുടിച്ചിട്ട് ജോലിക്ക് വരാതെന്ന്? ആ കമ്പി ആരുടെങ്കിലും മേലെ വീണ എന്ത് ചെയ്തേനെ? ഇപ്പൊ എന്താ, ചത്തൊന്നും പോയില്ലല്ലോ, ഒന്നും പറ്റില്ലല്ലോ. പുറത്തു പോകാൻ പറയടാ, അല്ലെ ഞാൻ ചിലപ്പോ അടിക്കും. എടോ ഒന്ന് പോയേ. എന്താടോ നോക്കുന്നേ? പോയേ, പോവാനല്ലേ പറഞ്ഞേ? പോയിക്കോ. എന്റെ കൺമുമ്പിൽ വളർന്ന പിള്ളേരാ, ഇപ്പൊ എന്റെ കഴുത്തി പിടിക്കാറായല്ലേ നിങ്ങള്? എടോ താനൊന്നും മിണ്ടാതെ പോയേ, അധികം ഡയലോഗൊന്നും അടിക്കണ്ട. കാണിച്ചു തരാടെ നിനക്ക്, കാണാം. ഞാൻ എന്റെ കാശോട്ട് ഞാൻ കുടിക്കുന്നു, നീയൊക്കാരടാ ചോദിക്കാനായിട്ട്? പിള്ളേര് എന്നെ ഉപദേശിക്കാൻ വന്നേക്കും. കാണാടാ, നമുക്ക് കാണാടാ. മേശരി ഇറങ്ങി വാ. ഡോ, ഞാൻ എന്താണോ പറഞ്ഞെന്ന് അത് അങ്ങനെ തന്നെ പറയണം കേട്ടോ. വാ മാഡം, ഇതൊന്ന് നോക്കി. എന്താ ഇത്? മൊത്തം ബ്ലഡ് ആണല്ലോ. ആ പയ്യന്മാർ ഇയാളെ അടിച്ച് കൊല്ലാൻ നോക്കി മാം. ഞാൻ റൗണ്ട്സ് പോയപ്പോൾ കണ്ടിട്ട് ഇയാളെ വിളിച്ചോണ്ട് വന്നതാ. ആരാത്? എന്നെ 3 മാസം വീട്ടിൽ ഇരുത്തില്ല അവന്മാരാ. നിങ്ങൾക്കും അവർക്ക് എന്താ പ്രശ്നം? അതെന്താന്ന് വെച്ചാലേ മാഡം, അയാൾ ചെയ്ത ജോലിക്ക് ശമ്പളം ചോദിച്ചു. തനിക്കൊക്കെ എന്തിനാണോ ശമ്പളം ചോദിച്ച് അടിച്ചേക്കുന്നു മാഡം? അങ്ങനെയാണോ? ശരി ശിവ, മാഡം ആദ്യം ഇയാളെ കൂട്ടിക്കൊണ്ടുപോയി ഫസ്റ്റ് എയ്ഡ് കൊടുക്ക്. ശരി മാഡം. എടോ ശങ്കർ, FIR ഇട്, വിളിച്ചിട്ട് ചോദ്യം ചെയ്യാം. അവന്മാരടങ്ങത്തില്ല മാഡം. രാവിലെ തന്നെ FIR എഴുതി അകത്ത് കിടത്തണമായിരുന്നു. ചേട്ടൻ പറഞ്ഞുകൊണ്ട് വിട്ടതല്ലേ. എന്താ മാഡം ആലോചിക്കുന്നത്? അവന്മാരെ പിടിച്ചോണ്ട് വന്ന് 2 എണ്ണം പൊട്ടിച്ച് അകത്ത് കിടത്തിയാലേ അവന്മാരൊക്കെ നന്നാവൂ. ഓ, അങ്ങനെയാണ് പറയുന്നത്. ശരി, വാ. നിങ്ങളെന്താ അത്രയ്ക്ക് വലിയ റൗഡീസാണോ? പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പോലീസുകാരന്റെ ദേഹത്ത് പിടിക്കുന്നു. ജോലി ചെയ്തവന്റെ ശമ്പളം ചോദിച്ചാ വയസ്സായ ആളാന്ന് പോലും നോക്കാതെ അടിക്കുന്നു. അത്രയ്ക്ക് അഹങ്കാരമാണോടാ? നടക്കടാ സ്റ്റേഷനിലോട്ട്. നിങ്ങളെയൊക്കെ ഉള്ളിലിട്ട് ശരിയാക്കിയാലേ ശരിയാവത്തുള്ളൂ. എന്താ നടന്നെന്ന് പോലും അറിയാതെയാണോ കൈവെക്കുന്നേ? ഞങ്ങൾ എപ്പോഴും അങ്ങനെ അടിച്ചേ? അടിക്കാതെ എങ്ങനെയാടാ രക്തം കൊണ്ട് വരുന്നത്? അയാൾ കുടിച്ചിട്ട് ജോലിക്ക് വന്നാ മാഡം. ജോലി ചെയ്യണ്ടെന്ന് പറഞ്ഞു. പോലീസാണെന്ന് വെച്ചാൽ എന്ത് വേണേലും ചെയ്യാന്നാണോ? ആദ്യം ദേഹത്തൊന്ന് കൈയെടുത്തേ. ഏയ്, എന്താടാ? മാഡം, ആദ്യം ദേഹത്തൊന്ന് കൈയെടുക്കാനാ പറഞ്ഞേ. സർ, ഞങ്ങൾ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. വെയിറ്റ് ചെയ്ത് ശരി നോക്കാം. മാഡം. നമസ്കാരം സാർ. നമസ്കാരം സാർ. ഡോക്ടർ, സർ, സംസാരിക്കാൻ പറ്റുന്ന ഇല്ല കണ്ടീഷനിലാണോ? സർ, അല്പം സീരിയസ് ആണ്. സാമിത്തറേ, അല്പം ഒന്ന് സംസാരിച്ചാലോ? ഓക്കെ. സാമിതുരെ, ഒന്നുകൊണ്ട് പേടിക്കണ്ട. നല്ല ട്രീറ്റ്മെന്റ് തന്നെ തരാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം പെട്ടെന്ന് ശരിയാവും. എടോ, ആ സ്പോട്ടിൽ എന്തൊക്കെയാ സംഭവിച്ചതെന്നൊന്ന് പറയാൻ ശ്രമിച്ചേ. ആ മേസ്ത്രി ജോലി ചെയ്തിരുന്ന ബസ് കമ്പനിയിൽ അയാളെ അവർ കൊല്ലാൻ നോക്കി സാർ. അയാൾ രക്ഷപ്പെട്ട് വന്ന് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് വന്നു സാർ. അത് അന്വേഷിക്കാനായിട്ട് ഇൻസ്പെക്ടർ മാഡവും ഞാനും ആ ബസ് കമ്പനിയിലേക്ക് പോയതാ സാർ. അന്വേഷിക്കുന്നതിൻ്റെ ഇടയിൽ
പ്രധാനപ്പെട്ട വാർത്തകൾ. പ്രൈവറ്റ് ബസ് കമ്പനിയുടെ കേസിന്റെ വിചാരണയ്ക്ക് പോയ ഫീമെയിൽ ഓഫീസർ കണ്ണമ്മ ദാരുണമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. കൂടെയുണ്ടായിരുന്ന ഓഫീസറും ഗുരുതരമായ നിലയിൽ നിന്ന് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നു. ഈ അതിശയിപ്പിക്കുന്ന സംഭവം പോലീസ് ഉദ്യോഗസ്ഥരിൽ തന്നെ ഭീതിയും സങ്കടവും ഉണ്ടാക്കിയിരിക്കുകയാണ്. പോലീസുകാർക്ക് തന്നെ ഈ നാട്ടിൽ സുരക്ഷിതത്വമില്ല എന്ന് പറഞ്ഞ് എതിർ പാർട്ടികൾ കുറ്റമാരോപിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ കൊടു കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞ് സമരം ആരംഭിച്ചു കഴിഞ്ഞു. എന്നാടാ ബിരിയാണി ഒന്ന് വാങ്ങിച്ചോണ്ട് പോ. നന്നായിട്ട് കഴിച്ച് വിശ്രമിക്കേ, ഒരുപാട് ചോദിക്കാനുള്ളതാ. ഓ അതെയോ, ഓക്കെ സർ, ഓക്കെ സർ. തിരുനെൽവേലിയിൽ നിന്നാണോ? ഓ ആഹാ, ഡിപ്പാർട്ട്മെന്റ് നല്ല സ്പീഡാണല്ലോ. ഓക്കെ സർ. എന്തു പറ്റി സാറേ, അടുത്ത ഇൻസ്പെക്ടർ ആരാണെന്ന് അറിയോ സാർ? ആരാ? എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ദുരൈ രാജ സാറേ. അതെയോ? നിങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനടാ. വേണമെങ്കിലേ ദൈവത്തെ ഒന്ന് പ്രാർത്ഥിച്ചോ. സർ. May I come in, sir? യെസ്, കം ഇൻ. വരണം ദുരൈരാജ്. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. Thank you, sir. സി, ഈ ഒരു അസൈൻമെന്റ് കറക്റ്റായിട്ട് തീർക്കണം. Yes, sir. ആവശ്യം വന്ന ഫോഴ്സിനെ ഉപയോഗിക്കാവുന്നതാണ്. പോലീസിന്റെ ദേഹത്ത് കൈവച്ച എന്താ സംഭവിക്കാന്ന് പബ്ലിക് അറിയണം. Yes, sir. മിസ്സാവാൻ പാടില്ല. മിസ് ആവില്ല, സർ. കണ്ണമ്മ എൻ്റെ ബാച്ച്മേറ്റാ. അതുകൊണ്ടാ സാറേ ഞാൻ വില്ലിംഗ് ആയിട്ട് വന്നത്. എല്ലാം നല്ലപോലെ ചെയ്. ഷോ, സർ. താങ്ക് യു, സർ. നമസ്കാരം. 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 മന്ത്രിയുണ്ടോ? ഉണ്ടേട്ടാ. നമസ്കാരം ചേട്ടാ. വരൂ ചേട്ടാ, വരൂ. നമസ്കാരം സെൽവം. ഇരിക്കൂ. പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നേനല്ലോ. ആ സെൽവം, അത് നമ്മുടെ പിള്ളേരാ. എന്തെങ്കിലും ഒരു വഴി. സോറി ചേട്ടാ, പ്രശ്നം നമ്മുടെ കൈവിട്ട് പോയില്ലേ. ഇനി നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ലീഗലിയാ നോക്കണ്ടേ. എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ചെയ്തു തരാം ചേട്ടാ. ശരി, കാണാം. പിള്ളേർക്കൊന്നും സംഭവിക്കരുത്, അത്രേ ഉള്ളൂ. എങ്കിൽ വരട്ടെ. ശരി, ഓക്കെ ചേട്ടാ. ശരി. സർ. 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 വെൽക്കം സർ. ആ, താങ്ക് യു. സർ, ഇത് കണ്ണമ്മ ഇരുന്ന് ചേറല്ലേ? അതെ സാറേ, ഇത് കാണുമ്പോഴൊക്കെ ഇൻസ്പെക്ടർ മാഡത്തിനെ ഓർമ്മ വരുന്നത്. അതാടോ മനസ്സിൽ ചെറിയൊരു വേദന. അതുകൊണ്ടാ തിരുനെൽവേലിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തേ. എവിടെയാണോ അവന്മാര്? കൊണ്ടുപോയി ഇങ്ങോട്ട്. ശരി സാറേ. ഏയ്, പുറത്തേക്ക് വന്നേ. വരാനല്ലേ പറഞ്ഞേ? നടക്ക്, വേഗോട്ടെ നടക്ക്.
വന്നേ. എന്തിനാ അച്ഛാ ഇങ്ങനെ ചെയ്തേ? പറയാ, അവര് നിങ്ങളോട് അങ്ങനെ എന്ത് ദ്രോഹാച്ചാ ചെയ്തത്? അന്ന് അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ഛൻ കേട്ടതല്ലേ? ഈ ബന്ധം ഇപ്പൊ ഉണ്ടായതല്ല, ചെറുപ്പം മുതൽ ഉണ്ടായതാന്ന്. കൈവിട്ട് കളയാൻ പറ്റില്ല. എത്ര വാത്സല്യത്തോടെ അവർ പറഞ്ഞത്. അവരെ മേലെ എങ്ങനെയാ അച്ഛൻ കംപ്ലൈന്റ് ചെയ്യാനുള്ള മനസ്സ് വന്നത്? പേടിക്കേണ്ട ഗായത്രി, നിന്റെ അച്ഛനെ ഞങ്ങൾ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞ എല്ലാവരുടെയും ജീവിതം തകർത്തില്ല അച്ഛൻ. നിങ്ങളുടെ കൂടെ കാരണം നമ്മുടെ സന്തോഷം ഇല്ലാണ്ടായി. എന്റെ അമ്മ എനിക്ക് നഷ്ടപ്പെട്ടു, എന്റെ ചേച്ചിയുടെ ജീവിതം ഇല്ലാണ്ടാക്കി. ഇപ്പൊ അവരുടെ ജീവിതം തോലച്ചില്ല അച്ഛൻ നിങ്ങള്. ഇനിയും നിങ്ങൾ ആരുടെയൊക്കെ ജീവിതം തകർക്കാൻ പോകുന്ന പാറ അച്ഛാ, പാറ അച്ഛാ. കർപ്പകം, അമ്മേ പറയൂ അമ്മേ. ആ കുട്ടികളെ ഒന്ന് കാണണം. ലോക്കപ്പിലുണ്ട്, പോയി കണ്ടോളൂ. ശരി എന്നാ. എന്റെ മോൾ എന്ത് തെറ്റാ ചെയ്തേ? എന്തിനാ അവളെ കൊന്നേ? പറ, നിങ്ങള് പറയേ. ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല അമ്മേ. അമ്മേ, നിങ്ങളുടെ മോളെ ഞങ്ങൾ കൊന്നിട്ടില്ല അമ്മേ. എന്ത് ചെയ്യുന്നെന്ന് ആലോചിക്കുന്നതിന് മുമ്പ് എല്ലാം കഴിഞ്ഞു പോയി അമ്മേ. പ്ലീസ് അമ്മേ, ഞങ്ങൾ വിട്ടേക്കമ്മേ. ദൈവത്തെ ഞങ്ങളെ വെറുതെ വിടണം, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഓ, അമ്മേനെ വീട്ടിൽ കൊണ്ടാക്കിച്ചു. ഒന്നും വേണ്ട, ഞാൻ പൊക്കോളാം. ശരി.
നമസ്കാരം സാറേ. എന്താ മേസ്ത്രി? ആ കുട്ടികളൊന്ന് കാണാൻ പറ്റും സാറേ? കുട്ടികളെ ഇപ്പൊ കാണാൻ പറ്റില്ല മേസ്ത്രി. ഒന്ന് കണ്ടിട്ട് പോക്കോളൂ സാറേ. ശരി ശരി, സാറ് വരുന്നതിന് മുമ്പേ പെട്ടെന്ന് കണ്ടിട്ട് പോ. വളരെ നന്ദിയുണ്ട് സാറേ. തെറ്റ് ചെയ്തു ഞാൻ. എന്നോട് ക്ഷമിച്ചൂടെ മക്കളെ? അറിയാതെ ചെയ്ത തെറ്റാണ് മക്കളെ. ചെറിയ പ്രായം തുടങ്ങിയുള്ള ബന്ധമാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറല്ലോ എന്നെ മക്കളെ. അതുപോലെ ഞാൻ മറന്നുപോയല്ലോ. നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാനത് കേട്ടില്ലല്ലോ. എന്നോട് ക്ഷമിക്കണം മക്കളെ. ഒത്തിരി നേരം കൂടി സാറേ. എൻ്റെ കുട്ടികള് ഞാൻ തെറ്റ് ചെയ്തു മോളെ. എന്നോട് ക്ഷമിക്കും മോളെ. എന്നോട് ക്ഷമിക്കും മോളെ. ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് വിചാരിച്ചില്ല മോളെ. കുടിച്ചു പോകുന്നത് അപ്പൊ ഭയങ്കര തെറ്റാ ചെയ്തു മോളെ. എന്നോട് ക്ഷമിക്കും മോളെ. വേണ്ടാത്തൊക്കെ ചെയ്തിട്ട് മാപ്പ് വയ്ക്കാൻ വന്നേ. എന്റെ കുടികാരന് എല്ലാം നശിച്ചു പോയി. നോക്കിയതും മതിയടാ, കേറങ്ങോട്ട്.
ഡോ വലതോട്ട് എടുക്കടോ. എന്താണോ നോക്കുന്നത്? സാറേ കോടതിയിലേക്ക് തന്നെയല്ലേ? ആ കോടതിയിലേക്ക്. പക്ഷേ ഈ റൂട്ട് പോട്ടെ പറയാം. വണ്ടി നിർത്തണോ? അവന്മാരെ ഇങ്ങോട്ട് ഇറക്ക്. ഇറങ്ങ വാ. ആ ആ എന്തുവാണോ നോക്കുന്നത്? 4 കുറ്റവാളികളെ കോടതിയിലേക്ക് കൊണ്ടുപോകും വഴി അവര് പോലീസുകാരെ ആക്രമിച്ച് രക്ഷപ്പെട്ടോടി. അതുമൂലം സംഭവിച്ച മൽപിടുത്തത്തിൽ പോലീസിന് പരിക്കേറ്റു. അങ്ങനെ പത്രത്തിൽ റിപ്പോർട്ട് കൊടുക്കണ്ടേ? അറിയാത്ത രീതിയിൽ 4 പേരും ചേർന്ന് കണ്ണമ്മയെ കൊന്നുകളഞ്ഞില്ലേ? ഇപ്പൊ നിങ്ങളെ കഠിനമായിട്ട് ശിക്ഷിച്ചാൽ തന്നെ മരിച്ചുപോയ കണ്ണമ്മ തിരിച്ച് ജീവനോടെ വരുമോ? പാവം, കോടതിയും കേസെന്നും പറഞ്ഞ് നിങ്ങളുടെ ജീവിതം തൊലയില്ലേ? ഞാൻ നിങ്ങൾക്ക് 2 നിമിഷം സമയം തരാം. അതിനോടകം നിങ്ങൾ രക്ഷപ്പെട്ടു ഓടിക്കുക. എന്താ നോക്കുന്നേ?
എവിടെയാടോ? കരൂരിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ കണ്ണമ്മയെ കൊല ചെയ്ത കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കുറ്റവാളികളായ 4 പേരെയും പോലീസുകാർ അന്വേഷണത്തിന് ശേഷം കോടതിയിലേക്ക് ഹാജരാക്കാനായി കൊണ്ടുചെല്ലുന്നതിനിടയിൽ 4 പേരും പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിച്ചു. അപ്പോൾ ഉണ്ടായ ഏറ്റുമുട്ടലിൽ പാണ്ടി, ബാല എന്നീ 2 പേരെ പോലീസുകാർ വെടിവെച്ചു കൊന്നു. കതിർ, രാജ എന്നീ 2 പേരെയും പോലീസുകാർ തീവ്രമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വേണ്ടിവന്നാൽ അവരെ വെടിവെച്ച് പിടിക്കാനും പോലീസിന് അനുമതി ലഭിച്ചിരിക്കുന്നു. ഈ ഒരു സംഭവം ആ പ്രദേശത്ത് വലിയ ാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണ് എടാ കതിരെ, അവരൊക്കെ എവിടെയാടാ? എന്താ പറ്റിയത്? പാണ്ഡ്യ അവനെ എവിടെയാടാ? പറയടാ. എടാ രാജാ, എവിടെയാടാ അവരൊക്കെ? ഓടിച്ചിട്ട് വെടിവെച്ചു വന്നു. അങ്ങനെ എന്ത് തെറ്റാണ് നിങ്ങൾ ചെയ്തത്? ഇങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട് ആ പാവി പിള്ളേരെ വെടിവെച്ച് കൊന്നല്ലോ. അവന്മാർക്ക് ഒരു ഗതി കിട്ടില്ല. നമസ്കാരം സാറേ. എവിടെയാണോ തന്റെ മോൻ? അറിയില്ല സാറേ. ഇവളെ പിടിച്ചകത്തിട്ടാ അവൻ താനെ വരില്ലേ? സാറേ ഗർഭിണിയായിട്ടിരിക്കുകയാണ് സാറേ. വേണ്ട സാറേ. ആടി ഇങ്ങോട്ട്. നിന്നെ പിടിച്ചകത്തിട്ടാലേ അവൻ എവിടെയാണേലും വരും. ആ നടക്ക്. ഞാനല്ലേ പറഞ്ഞേ സാറേ. സാറേ ഞാൻ വേണി കാല് പിടിക്കാം സാറേ. ഞാൻ വേണി വരാം സാറേ. ഞാൻ കാല് പിടിക്കും സാറേ. അവള് വെറുതെ വിട്ടേക്ക് സാറേ. ഗർഭിണിയായിട്ടില്ല, അവളെ വിട്ടേക്ക് സാറേ. അവന് എങ്ങനെയെങ്കിലും ഞാനിവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചേക്കാം സാറേ. സാറേ താൻ 6 മണിക്കകം മോനെ കൊണ്ടുവന്ന് സറണ്ടർ ചെയ്തില്ലെങ്കിൽ കാണുന്നിടത്ത് വെച്ച് ഞാൻ ഷൂട്ട് ചെയ്യും. വീട്ടിലാരുമില്ലേ? വീട്ടിലാരുമില്ലേന്ന് വാ. ഒന്നും പേടിക്കാനില്ല. നിങ്ങളുടെ മകൻ എവിടെ പോയി? അറിയത്തില്ല സാറേ. നിങ്ങളുടെ മകനോട് പോലീസിൽ സറണ്ടർ ചെയ്യാൻ പറ. എന്നാലേ അവന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ എവിടെ വെച്ച് കണ്ടാലും ഷൂട്ട് ചെയ്യും. ആണുങ്ങളില്ലാത്ത വീട്. ഒരേ ഒരു മകനാ. അവനെയും വെറുതെ നഷ്ടപ്പെടുത്തണ്ട. ഇപ്പൊ നിങ്ങൾക്കുള്ള ഒരേ ഒരു വഴി മകനെ സറണ്ടർ ചെയ്യിപ്പിക്കുന്നതാ. മകന്റെ ജീവൻ രക്ഷിക്കാനുള്ള വഴി നോക്ക്. ബാക്കിയൊക്കെ പിന്നെ സംസാരിക്കാം. നോക്കി ബുദ്ധിപരമായി തീരുമാനം എടുക്ക്. എന്റെ മോനെ.
ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ചിട്ടാണോ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്? വറുചട്ടിന്ന് എടുത്ത് തീയിലേക്ക് ഇട്ട പോലെ ഗർഭിണിയായ സ്വന്തം ഭാര്യയെ കാണാൻ വന്ന നിങ്ങളുടെ മകനെ വീണ്ടും പോലീസിന്റെ കയ്യിൽ ഏൽപ്പിച്ചല്ലോ. ഇത് ചെയ്യുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് പറയായിരുന്നല്ലോ. ഇന്ന് ശനിയാഴ്ച, നാളെ ഞായറാഴ്ച ഒരു ദിവസം പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചിരുന്നേ. തിങ്കളാഴ്ച രണ്ടുപേരും കോടതിയിൽ സറണ്ടർ ചെയ്ത് രക്ഷിക്കാമെന്ന് വിചാരിച്ചതാ. എല്ലാം നശിപ്പിച്ചിട്ട് വന്ന് നിൽക്കുന്ന കണ്ടില്ലേ? കൊണ്ടുപോയിട്ട് കോടതിയിൽ സറണ്ടർ ചെയ്താൽ എന്താ സംഭവിക്കുക? പിന്നെ പോലീസ് സ്റ്റേഷനിലേക്കല്ലേ കൊണ്ടാൻ പോകുന്നത്? എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞുകൊണ്ട് വെടിവെക്കാൻ പാടില്ലെന്ന് അനുവാദമല്ലേ ഉണ്ടോ? ഞാൻ ദിവസം തൊഴുകുന്ന ഭഗവാന് ശക്തി ഉണ്ടെങ്കിൽ എന്റെ മകനെ രക്ഷിച്ചിട്ട്, ഇല്ലെങ്കിൽ വിധി അതാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയി ചേർന്നോളാം. ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും ഇനി ഭൂമിയിലുണ്ടായിട്ട് എന്ത് ചെയ്യാനായിട്ടാ? പണക്കാരനെ കണ്ടാൽ കൈനീട്ടുന്ന ഈ നിയമം അധികാരികളെ കണ്ടാൽ ഒരു ഭാഗത്തേക്ക് മാറിപ്പോകുന്നു. അധികാരികളെ കണ്ട് നിയമം തന്നെ പേടിക്കുമ്പോൾ നമ്മളൊക്കെ ഏത് മൂലയ്ക്കാ ഉള്ളത്? ഒന്ന് പോയാൽ നോക്ക്. ആർക്കാണ് നിങ്ങളുടെ നിയമങ്ങളൊക്കെ? കാക്കയും കുരുവും തല്ലിക്കൊന്നാൽ പോലും എന്തിനാ അങ്ങനെ ചെയ്ത് ചോദിക്കാൻ പറ്റാത്ത നാടാണിത്. ഈ അന്യായം ചോദിക്കാനായിട്ട് ഇവിടെ ഒന്നും ആരുമില്ലേ? അങ്ങനെ നാഥനില്ലാത്ത രാജ്യത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനും ഈ നാട്ടിലെ വലിയൊരു മനുഷ്യനാണെന്നാണ് വിചാരിച്ചോണ്ടിരുന്നത്. MLA അറിയാം, MP അറിയാം, മന്ത്രി അറിയാന്നൊക്കെ. പക്ഷെ ഇപ്പോഴാ മനസ്സിലാവണേ ഒരു കുന്തോ അല്ലെന്ന്. എന്റെ കുട്ടികളെ എനിക്ക് തന്നെ രക്ഷപ്പെടുത്താൻ പറ്റാതെ പോയല്ലോ. വാടാ. രണ്ടുപേരും രാത്രി എവിടെയായിരുന്നടാ? സാർ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആ ഷെഡിലോ? അതെ സാറേ, അവിടെ തന്നെ. വാടാ. എവിടെയാടാ? നടക്ക്. സാറേ, രാത്രി മുഴുവൻ ഇവിടെ തന്നെയായിരുന്നു. ഇവിടെയല്ല സാറേ, അവിടെയായിരുന്നു. എങ്കിൽ കാണിക്കേ. സാറേ, രാത്രി മുഴുവനും ഇവിടെ തന്നെയായിരുന്നു സാറേ, ഇതിനകത്ത് തന്നെ. അല്ല സാറേ, രാത്രി മുഴുവൻ ഇവിടെ തന്നെയായിരുന്നു. എന്നിട്ട് കാണുന്നില്ലല്ലോ.
എന്തിനും നമുക്ക് ആ കല്ലുള്ള സ്ഥലത്തോട് പോയി നോക്കാം സാറേ. ആ വാ. എവിടെയാണോ അവൻ? സാറേ സത്യമായിട്ടും രാത്രി മുഴുവനും ഇവിടെ തന്നെയായിരുന്നു. നോണ പറയോടാ റാസ്കൽ. അതും എന്നോടാ. ആണോ ഇങ്ങോട്ട്? ആ, പറടാ. പറ എവിടെയുള്ളെന്ന് പറടാ. പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഇവിടെ വെച്ച് കൊന്നുകളയും. അപ്പൊ പറയല്ലേ? പറയാ സാറേ. പറ. ഇങ്ങോട്ട് പറ. അമ്മേ അമ്മേ കഥ ഓർക്കമ്മേ, കതിരാ വന്നിരിക്കുന്നേ. ദാ വരുന്നു. അമ്മേ അമ്മേ കഥ ഓർക്കമ്മേ. അമ്മേ ദാ വരുന്നു. അല്ല കതിരു, ദോരേ ഇവിടെ ആരുമില്ല. ദോരേ പറഞ്ഞത് കേക്ക്. ആ പിള്ളേരെ വെറുതെ വിട്ടേക്ക്. അവരൊരു തെറ്റ് ചെയ്തിട്ടില്ല. കഥേ ഞാൻ പറഞ്ഞില്ലേ അവിടെ ആരുമില്ല. അങ്ങോട്ട് എങ്ങോട്ടാ പോകുന്നേ? അവിടെ ആരുമില്ല. ഒന്ന് ദോരേ അവിടെ ആരുമില്ല. എന്തിനാ അവിടേക്ക് പോയി അന്വേഷിക്കുന്നേ? ആരുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞ കേക്കില്ലേ നിങ്ങള്? ദോരേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ചെവിയിൽ വീഴുന്നില്ലേ? ദോരേ അവിടേക്ക് എന്തേ തുറന്നു നോക്കുന്നേ? ഞാൻ പറയുന്നേക്ക് വേണ്ടതോരെ. ആ പിള്ളേർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവരെ ഒന്ന് വെറുതെ വിട്. നിങ്ങൾ കുറ്റവാളിയെ സംരക്ഷിച്ചു. നിയമപ്രകാരം തെറ്റാ. ആരാ അക്യൂസ്ഡ്? നിങ്ങളോ അതോ അവരോ? വിചാരണയ്ക്കെന്ന് പറഞ്ഞ് കൂട്ടിട്ട് പോയി 2 പിള്ളേരെ വെടിവെച്ച് കൊന്നിട്ട് ഇവരെ കൊല്ലൂന്ന് പറഞ്ഞ് നടക്കുന്നില്ലേ? നീയാണ് അക്യൂസ്ഡ്. അപ്പൊ ഞാൻ അക്യൂസ്ഡ് അല്ലേ? നടക്കടാ അങ്ങോട്ട്. പറഞ്ഞ കേക്ക്. അവരെ വിട്. ഇവരെ കൊന്നു കളഞ്ഞ മരിച്ചു പോയ എന്റെ പൊന്നുമോള് ജീവനോടെ തിരികെ വരൂ. വേണ്ട മോനെ, അവര് വെറുതെ വിട്. ജീവിതം തുടങ്ങിയിട്ടുള്ളൂ. കൊച്ചു കുട്ടികളാ. വേണ്ട, അവരെ വിട്. എടാ രക്ഷപ്പെടാൻ നോക്ക്. ഞാൻ പറയുന്നത് നോക്ക്. വേണ്ട, നമ്മൾ അകത്തേക്ക് പോയ ആ 2 പിള്ളേരുടെ ജീവൻ പോവും. അവരുടെ വിധി അവരെന്ന് തീരുമാനിക്കട്ടെ. രക്ഷപ്പെടാൻ നോക്ക്. നിങ്ങൾ എന്താ ഇങ്ങനെ മരം പോലെ ഇവിടെ നിൽക്കുന്നേ? അവൻ ആ പിള്ളേരെ അടിച്ചു കൊല്ലുന്ന തോന്നണേ. ഒന്ന് വാ, നിങ്ങൾ പോലീസുകാരല്ലേ? നിങ്ങൾ തന്നെ ഇങ്ങനെ നിന്നാൽ എങ്ങനാ?
സാക്ഷികളെ വിചാരണ ചെയ്ത വകയിൽ കതിർ, ബാല, പാണ്ഡി, രാജ എന്ന 4 പേരും നിരപരാധികളാണ് എന്ന് ഈ കോർട്ട് തീരുമാനിച്ച് അവരെ വിട്ടയക്കുന്നു. അതുകൂടാതെ വെടിയേറ്റ് മരിച്ച ബാല, പാണ്ഡി എന്നിവർക്കായി ഈ കോർട്ട് അനുശോചനം അറിയിക്കുന്നു. ഇതിൽ തങ്ങളുടെ അധികാരത്തെ ദുരുപയോഗം ചെയ്ത SP ജ്ഞാനശേഖരൻ, പോലീസ് ഉദ്യോഗസ്ഥൻ ദുരൈരാജ് കൂടാതെ കൂടെയുണ്ടായിരുന്ന പോലീസുകാരും കുറ്റവാളികളാണെന്ന് തീരുമാനിച്ച് ഇവർക്കെതിരെ കഠിനമായ ശിക്ഷ നടപ്പിലാക്കുവാൻ തീരുമാനിച്ചതായി കോടതി ഉത്തരവിടുന്നു. കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥൻ ദുരൈരാജിനെ ഉലക്ക കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥ കണ്ണമ്മയുടെ അമ്മയെ